The stage is yours. ഏറ്റവും ആദരണീയനായ വൈസ്മെൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുരുവിള വർഗീസ് സർ, പ്രിയപ്പെട്ട വൈസ്മെൻ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, രാജാനോട് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാട്ടും അവതരണവും വളരെ നല്ലതായിരുന്നു. അവരോട് നമ്മുടെ അഭിനന്ദനങ്ങൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അറിയിക്കുക വളരെ നന്നായിരുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചിന്ത ഒന്ന് അവതരിപ്പിക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ സത്യം പറഞ്ഞാൽ ഒരു ഭയം തോന്നുന്നുണ്ട് ഇത്രയും വിഷയങ്ങളൊക്കെ എടുത്ത് സംസാരിക്കാൻ സമയത്ത് എന്തുമാത്രം സൂക്ഷിക്കേണ്ടതാണ്. എന്നാലും നിങ്ങൾ ദയവായിട്ട് ഈ പറയുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണ്ട സപ്പോർട്ട് തരിക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നു ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ചില ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വെളിച്ചത്തിൽ ഒന്ന് കോറിലേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലും വളരെ പണ്ഡിതരായ അനേകം ആൾക്കാരിരിക്കുന്ന ഒരു ഗ്രൂപ്പില് ഇതുപോലുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചത് ഞാൻ ഭാഗ്യമായിട്ട് കരുതുകയാണ്. തീർച്ചയായിട്ടും ചില ശ്രദ്ധിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ മാത്രമേ ഇത്രയും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനവസരം തന്ന വൈസ്മെൻ പ്രസിഡന്റിനോടും ഭാരവാഹികളോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഏതായാലും ഈ പാൻഡമിക്കിനെ പറ്റി നല്ല മനോഹരമായ ഒരു ആമുഖം നമ്മുടെ പ്രസിഡന്റ് നൽകുകയുണ്ടായി. ഈ സമയത്ത് ഇത്രയും ദൂരങ്ങളിലിരുന്ന് നമുക്കെല്ലാം തമ്മിലൊക്കെ ഒന്ന് സംസാരിക്കാനൊക്കെ സാധിക്കുന്നതിന് ഒരു വലിയ കാര്യമായിട്ട് തന്നെ വിചാരിക്കുന്നു. അതിന് അവസരം ലഭിച്ചുള്ള സന്തോഷം അറിയിച്ചു കൊള്ളട്ടെ. അപ്പൊ ഞാൻ ഇപ്പൊ 7:20 7:25 ഇപ്പൊ പെട്ടെന്നൊക്കെ വിഷയങ്ങൾ പറയേണ്ടതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഒരു ചിന്തയ്ക്കും ചർച്ചയ്ക്കും വേണ്ടി എടുക്കുകയാണ്. ഞാൻ ഇപ്പം ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചാല് നിങ്ങൾ കേട്ടല്ലോ, ഹെവൻ, ഹെൽ ആൻഡ് സയൻസ് എന്നൊരു വിഷയമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് എന്താന്ന് വളരെ ഗൂഢമായ ഒരു ടൈറ്റിൽ നമ്മുടെ പ്രസിഡന്റിനോട് പറഞ്ഞ് എന്നെ കൊണ്ട് ഇടിപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയമില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉദ്ദേശിക്കുന്നത് ഇതേ ഉള്ളൂ, സ്വർഗം നരകം എന്ന് പറയുന്ന ആശയങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു സങ്കല്പങ്ങൾക്ക് ശാസ്ത്രീയമായ ഇന്നത്തെ നമ്മുടെ ശാസ്ത്രത്തിലെ അറിവുമായിട്ട് എന്തെങ്കിലും നമുക്ക് സംയോജിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചർച്ചയാണ് ഞാൻ ഇവിടെ ഇടുന്നത്. അതായത് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഈ മനുഷ്യന്റെ മനസ്സുകളിൽ ഉള്ള രണ്ട് സങ്കല്പങ്ങൾ, ആശയങ്ങൾ, വിശ്വാസങ്ങൾ, ഏത് വാക്ക് ഉപയോഗിക്കണം എന്ന് എനിക്ക് ശരിയായിട്ട് അറിഞ്ഞുകൂടാ. ഈ സ്വർഗം നരകം, ഹെവൻ ആൻഡ് ഹെൽ എന്നുള്ളത്, അതെനിക്ക് തോന്നുന്നത് ഈ ചരിത്രാതീത കാലഘട്ടം മുതൽ ഇത് മനുഷ്യൻ എന്നുണ്ടായോ അന്ന് മുതലേ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ എല്ലാ മതചിന്തകളിലും ഇത് കാണാം. ഇത് ഈശ്വര ചിന്തയുമായിട്ടുള്ള ഗോഡ് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഹെവൻ ആൻഡ് ഹെൽ. നമ്മളിത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പല പേരുകളിലെ പല മത സംഹിതകളിൽ ഇതിനെപ്പറ്റി നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗം, നരകം, പർദീസ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ അതോ എബ്രഹാമിക് റിലീജിയനിലാണ് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സ്വർഗവും പർദീസ എന്ന് നരകം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിക്, ക്രിസ്ത്യൻ, ജൂതായിസത്തിലൊക്കെ ആ ഒരു വാക്കുകളൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റ് വരുന്ന സമയത്ത് മോക്ഷ അതിനെതിരായിട്ട് സംസാരം, അതായത് നമ്മുടെ ഈ സംസാരത്തിൽ ഇങ്ങനെ പല സൈക്കിൾ ഓഫ് ബർത്ത് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നരകത്തിന് ആ ഒരു രീതിയിലുള്ള ഒരു വാക്ക് അവിടെ കൊടുക്കുന്നത്. ഒരു ബുദ്ധമായിട്ട് വരുന്ന സമയം നിർവ്വാണം പ്രാപിക്കുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇങ്ങനെ പല ജാതി അല്ലെങ്കിൽ പല മതങ്ങളില്, പല ചിന്തകളില്, പല കാലഘട്ടങ്ങളില് ഉണ്ടായിട്ടുള്ള ഇപ്പോഴും നിലവിലുള്ള ഈ രണ്ട് കോൺസെപ്റ്റുകള് ഇതിന് ശാസ്ത്രീയമായ വല്ല അടിത്തറ ഉണ്ടോ എന്നൊരു ചോദ്യത്തിന് ചില കാര്യങ്ങളൊന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതൊരു ആത്യന്തികമായിട്ടുള്ള ഒരു ആൻസറോ ഒന്നുമല്ല. ചില ആശയങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പങ്കിടുക എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മള് സാധാരണ ഈ സ്വർഗം എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സ്വർഗവുമായിട്ടുള്ള വാക്കുകൾ കൂടുതൽ പരിചിതമായിട്ടുള്ള ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്നും സ്വർഗത്തെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നു ചോദിച്ചാൽ നമ്മൾ എന്നും പറയുന്നത് സ്വർഗസ്ഥനായ പിതാവേ, അവർ ഫാദർ ഇൻ ഹെവൻ. അപ്പൊ നമ്മൾ ഈ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള സ്വർഗം യാഥാർത്ഥ്യമാണോ? അതോ നമ്മുടെ വേദങ്ങളിലും വേദപുസ്തകങ്ങളിലും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഇതുപോലത്തെ ആത്മീയമായ ആധ്യാത്മിക ബന്ധത്തിലുള്ള ഒത്തിരി വാക്കുകളുണ്ട്. സ്വർഗമുണ്ട്, നരകമുണ്ട്, രക്ഷയുണ്ട്, പാപമുണ്ട്, പല പല വാക്കുകൾ നമുക്ക് പറയാൻ സാധിക്കും. അതോരോന്ന് നമുക്ക് അതിനെക്കാട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയാം. ഈ വാക്കുകളല്ലേ ഇത്തിരി ഈ വിഷയങ്ങളെ ഏതോ ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളായത്. ഈ വാക്കുകളൊക്കെ പല കാലഘട്ടങ്ങളിലായിട്ട് മനുഷ്യരുടെ ഇടയിൽ വന്നതാണ്. വിവേകാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടായി, നേരിട്ട് കണ്ടവര് പറയുന്നത് നമ്മൾ വിശ്വസിക്കാമെന്ന് മാത്രമേ നമുക്ക് തരമുള്ളൂ. യേശുക്രിസ്തു പറയുന്നുണ്ട്, പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ മാത്രമേ ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളൂ, ദൈവത്തെ കണ്ടുള്ളൂ എന്ന് പറയും. അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്കുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് പറയാൻ നമ്മൾ വിശ്വസിക്കുക. എന്നാൽ ആ വിശ്വാസത്തിന് ഉപരിയായിട്ട്, ആ വിശ്വസിക്കാന്നുള്ളൊരു ഭാഗം കിടന്നോട്ട് അത് നമുക്ക് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അതിനുപരിയായിട്ട് ഇതിന് ഒരു ശാസ്ത്രീയമായ അടിത്തറ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒരു 21ാം നൂറ്റാണ്ടിലേക്ക് വന്ന സമയത്ത് ശാസ്ത്രം വളരെയധികം മുൻപോട്ട് പോയൊരു കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള കോൺസെപ്റ്റുകൾ, ഇതുപോലുള്ള സങ്കല്പങ്ങൾ ശാസ്ത്രത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ നോക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് രണ്ട് കാരണങ്ങൾ എനിക്ക് പറയാനുള്ളത്. ശാസ്ത്രം അന്വേഷിക്കുന്നതും പ്രപഞ്ചത്തിലെ യഥാർത്ഥ സത്യങ്ങളാണ്. വാട്ട് ഇസ് ദ റിയാലിറ്റി ബിഹൈൻഡ് എവറിഥിങ്. അതാണ് ശാസ്ത്രം അന്വേഷിക്കുന്നത്. സ്വർഗവും നരകവും ഒക്കെ റിയാലിറ്റി ആണെന്നൊരു കോൺസെപ്റ്റ്, ഒരു ബേസിൽ തന്നെയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെ, ഒരു റിയാലിറ്റി ആകാം എന്നുള്ളതാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലോ അല്ലെങ്കിൽ തന്നെയും കണ്ടിട്ടുള്ളവരെന്നോട് പറഞ്ഞു തന്നത് ഞാൻ വിശ്വസിക്കുക. അപ്പൊ അതിന് ഞാൻ ഉപോത്ബലമായിട്ട് പറയുകയാണെങ്കിൽ നമ്മള് എനിക്ക് ഈ വേദോത്സവത്തെ ബേസ് ചെയ്താണ്. വേദോത്സവം ബേസ് ചെയ്താൽ വേദോത്സവത്തിൽ കൂടുതൽ അറിവുണ്ടായിട്ടൊന്നുമല്ല, ഉള്ളത് ഇച്ചിരെങ്കിലും ഈ കൂടുതൽ നമ്മൾ വായിച്ചിട്ടുള്ള വേദോത്സവം ആയതുകൊണ്ട് വേദോത്സവത്തെ ബേസ് ചെയ്ത് ഈ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ മതങ്ങളിലുള്ള കൺസെപ്റ്റുകൾ തമ്മിലുള്ള വ്യതിയാനം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉള്ളൂ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാം ദൈവം ഉണ്ടെന്നുള്ള ഒരു അടിസ്ഥാന വിശ്വാസത്തിലാണ് എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ നമ്മളെല്ലാവരും തമ്മിലൊക്കെ ഉള്ളത്. ലോകത്തിലുള്ള മനുഷ്യർ ആചരിക്കുന്ന ആചാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ വേദോത്സവം നോക്കുന്ന സമയത്ത്, പ്രത്യേക പുതിയ നിയമ കാലഘട്ടം നോക്കുന്ന സമയത്ത് യേശുക്രിസ്തു ദൈവപുത്രനായിട്ട് നമ്മൾ അംഗീകരിക്കുകയാണ്. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് സെയിന്റ് പോളാണ്. എൻ്റെ ഒരു നോട്ടത്തിലെ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണെന്ന് ഞാൻ യാതൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് പറയാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ ആ ഒരു ഈക്വലൻസി, ഒരു ഈക്വലന്റ് ആയിട്ടുള്ള ഒരു തിയോളജിയും സയൻസും കൂടെ മനസ്സിലാക്കിയ ഒരാളാണ് സെയിന്റ് പോൾ, അല്ലെ വിശുദ്ധ പൗലോസ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ റോമർക്ക് എഴുതിയ ലേഖനം ഒന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ശാസ്ത്ര സത്യങ്ങൾ ഇവിടെ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അദ്ദേഹം പക്ഷെങ്കിൽ ഇന്നത്തെ ശാസ്ത്രം മനസ്സിലാക്കിയ മെത്തഡോളജിയിലല്ല അദ്ദേഹം മനസ്സിലാക്കിയെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ മെത്തഡോളജി അല്ലാതെ സത്യം അറിയാൻ വേറെ മെത്തഡോളജി ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ലല്ലോ. നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തഡോളജീസ് അല്ലാതെ ഇല്ല നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന്റെ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1:20 റോമർ 1:20 ഇങ്ങനെ പറയുന്നുണ്ട്, സിൻസ് ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ് ഗോഡ്സ് ഇൻവിസിബിൾ ക്വാളിറ്റീസ്, ഹിസ് എറ്റേണൽ പവർ, ഡിവൈൻ നേച്ചർ ഹാവ് ബീൻ ക്ലിയർലി സീൻ ബീയിങ് അണ്ടർസ്റ്റുഡ് ഫ്രം വാട്ട് ഹാസ് ബീൻ made so that people are without excuse. അതായത് വളരെ ശ്രദ്ധേയമായിട്ടൊരു വാക്യമാണ്. അതായത് ഈ ലോകത്തിൽ നോക്കിക്കൊണ്ട് ഈ ദൃശ്യപ്രപഞ്ചത്തിലെ പ്രക്രിയകൾ മനസ്സിലാക്കിക്കൊണ്ട് അദൃശ്യ ലോകത്തിൽ എന്ന് നമ്മൾ ധരിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും എന്ന് അവിടെ നമ്മുടെ വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ കാര്യം ഈ ദൃശ്യലോകത്തിലെ പ്രക്രിയകൾ മനസ്സിലാക്കിക്കൊണ്ട് റിയാലിറ്റി മനസ്സിലാക്കുന്ന ഒരു മാർഗമാണ് ശാസ്ത്രത്തിന്റെ. ശാസ്ത്രം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രത്തെ അദൃശ്യ ലോകത്തിലെ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റോ അല്ലെ അങ്ങനെ ഒരു ഫാക്ടറി അവിടെ വരുന്നില്ല. ഇവിടെ നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങൾ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ചില തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വാക്യം നമ്മൾ പിന്നീട് എപ്പോഴും സൗകര്യപ്രദമായിട്ട് നോക്കുന്നതിൽ കുഴപ്പമില്ല. എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിശുദ്ധ പൗലോസ് അവിടെ തന്നെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിന്റെ ഭാഷ ഉപയോഗിച്ച് ദൈവത്തെ കാണാനുള്ള ഒരു സാധ്യത വേദോത്സവത്തില് നമുക്ക് പൗലോസ് അപ്പോസ്തലൻ അവിടെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ലേഖനം വായിക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം മുതൽ ഒരു 8-9 അധ്യായം വരെ നമ്മൾ ഇരുന്ന് വായിച്ച് ഇപ്പോഴത്തെ ചില ശാസ്ത്രം കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒത്തിരി ശാസ്ത്ര സത്യങ്ങൾ അവിടെ കിടപ്പുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.
എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഞാനൊരു പഠനം നടത്തുന്നുണ്ട്. പക്ഷെങ്കിൽ അത് എന്തുമാത്രം അത് ശരിയാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ഇവിടെ ഞാൻ ഇടയ്ക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഈ സ്വർഗം, ഞാൻ ഈ വിഷയം മാത്രമേ എടുക്കുന്നുള്ളൂ. സ്വർഗം നരകം എന്ന രണ്ട് കോൺസെപ്റ്റുകൾ ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രത്തിലെ ഏതെങ്കിലും അറിവുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കുകയോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചർച്ച, ഈ ഒരു ചർച്ചയുടെ ഉദ്ദേശം എന്ന് ഞാൻ ആദ്യമേ പറയുകയുണ്ടായല്ലോ. അങ്ങോട്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഈ സ്വർഗം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർഗസ്ഥനായ പിതാവേ. സ്വർഗസ്ഥനായ പിതാവ്, ഇപ്പൊ ദൈവം ഇരിക്കുന്നത് എവിടെയാണോ അവിടെയാണ് സ്വർഗം എന്ന് നമുക്കൊരു കോൺസെപ്റ്റ് അവിടെ കിട്ടുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവേ. പിന്നെ പറയുന്നുണ്ട് ദോസ് ആർ പൂവർ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ദരിദ്രരായവർ സ്വർഗരാജ്യം അവകാശമാക്കും എന്ന് പറയുന്നുണ്ട്. വേറെ ഉള്ളത് ചില എല്ലാം ഒന്നും പറയുന്ന ചിലത് പറയുന്നുണ്ട് ഈ സ്വർഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച കാലഘട്ടം അല്ലെ അന്നു മുതലേ ഈ സ്വർഗം എന്ന് പറയുന്ന സംഭവം ഉള്ളതായിട്ട് വേദോസ്തത്തിൽ ചിലത് കാണുന്നുണ്ട്. അപ്പൊ ഞാനിപ്പം ഇതിനിടയ്ക്കൊന്ന് കയറി പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പൊ വേദോസ്തത്തിൽ അതുപോലെ തന്നെ മറ്റു പല നമ്മുടെ വേദങ്ങളിൽ പറയുന്നത് പോലെ ഇത് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രപഞ്ചമാണെന്നാണ് പറയുന്നത്. ഇത് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രപഞ്ചം ആണെന്ന് തീർച്ചയായില്ലെങ്കിൽ തന്നെയും ഈ പ്രപഞ്ചത്തിന് ഒരു ആരംഭം ഉണ്ടായിരുന്നെന്ന് സയൻസ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക. സയൻസ് ഒത്തിരി അവിടെ കയറിക്കൊണ്ടിരിക്കുക. ആ വിഷയത്തോട് ഞാൻ കയറുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ സ്വർഗത്തെ പറ്റി കൂടുതലായിട്ട് വിവരങ്ങൾ പറയുന്നത് നമ്മുടെ വെളിപാട് പുസ്തകത്തിലാണ്. വെളിപാട് പുസ്തകത്തിൽ സ്വർഗം, അതായത് ഈ ഒത്തിരി കാര്യങ്ങളോടെ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതും വളരെ ശ്രദ്ധിക്കേണ്ടതുമാണ്. എൻ്റെ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അത് വളരെ ആവശ്യമാണ്. ദൈവത്തിന്റെ കൂടാരം എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ എത്ര, അത് രണ്ടാമത്തെ മരണം, അത് നരകവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ്. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരം മതിലിന്റെ അടിസ്ഥാനം, അങ്ങനെ ഓരോരോ വാക്കുകൾ വരുന്ന സമയത്ത് പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് സ്വർഗത്തെ പറ്റി ഒരു ദർശനമാണ് അവിടെ പറയുന്നത്. അപ്പം ഈ സ്വർഗം എന്ന് പറയുന്ന ഒരു സ്പേസ് പോസിബിൾ ആണോ ഇല്ലയോ എന്നൊരു ആശയമാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ടൊന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് ഈ പറഞ്ഞ വെളിച്ചത്തിൽ നമ്മളിപ്പോ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വിചാരിക്കുന്നത് നമ്മൾ മരിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി അവിടെയൊക്കെ കുറെ കെട്ടിടമൊക്കെ പണിതിരുന്നുണ്ട്, അവിടെ പോയി താമസിക്കാൻ നമുക്ക് സൗകര്യം കിട്ടും, അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. ഈ സ്വർഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മള് വളരെ മനുഷ്യരെന്ന് പറയുന്നത് ഒത്തിരി ലിമിറ്റേഷൻസ് ഉള്ള ഒരു ബീയിങ്, വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ അറിവിനും നമ്മളെ മനസ്സിലാക്കാനുള്ള കഴിവിനും ഒക്കെ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിന്റെ അപ്പുറത്തോക്ക് പോകാൻ നമ്മുടെ ശാസ്ത്രം ഇപ്പോൾ നമ്മളെ സജ്ജരാക്കുന്നുണ്ടെന്ന് ഒരു വാക്കോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. നമ്മുടെ ബ്രെയിനിന്റെ ഈ സങ്കല്പിക്കാനുള്ള ശക്തി കൊണ്ടും ബ്രെയിനിൽ കൂടി അല്ലെ ബ്രെയിനിന്റെ സഹായത്തോടു കൂടി നമ്മളെ സഹായിക്കുന്ന ഒരു വലിയൊരു ഇൻസ്ട്രുമെന്റ് നമുക്കുണ്ട്, മാത്തമാറ്റിക്സ്. ഇതിൽ കൂടിയൊക്കെ ഒത്തിരി അജ്ഞാതമായ മേഖലകളിലേക്ക് കടക്കാൻ ശാസ്ത്രത്തിന് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സത്യങ്ങൾ മനസ്സിലായി. ശാസ്ത്രത്തിൽ കൂടി എല്ലാ സത്യവും മനസ്സിലായിട്ടില്ല. ഇപ്പം മനസ്സിലാക്കിയ പല സത്യങ്ങളും നാളെ മോഡിഫിക്കേഷൻ വരാവുന്നതാണ്, പലതും വരാം. എന്നാൽ ചില നിത്യ സത്യങ്ങൾ, യൂണിവേഴ്സൽ ട്രെൻഡ്സ് എന്ന് നമുക്ക് ഇപ്പം തോന്നുന്ന ചില സത്യങ്ങൾ മനസ്സിലാക്കി. അതിന് സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ ശാസ്ത്രത്തിൽ പറയുന്ന ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു വാക്കാണ് തെർമോഡൈനാമിക്സിന്റെ നിയമങ്ങൾ എന്നാണ് പറയാറുള്ളത്. ഇപ്പൊ ഞാനിപ്പോ ആറ്റത്തിന്റെ സ്ട്രക്ചറോ അല്ലെങ്കിൽ ഐൻസ്റ്റീന്റെ റിലേറ്റിവിറ്റി തിയറി എന്ന് പറയുന്ന സാധനങ്ങളോ ഒന്നും അന്തിമമായ ഒരു കണ്ടുപിടുത്തമാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്. കാര്യം എന്താ ചോദിച്ചാൽ അതൊക്കെ മാറാം. ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി തിയറി പോലും മാറാൻ സാധ്യതയുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ അതിനപ്പുറത്ത് ഉള്ള ഒരു തിയറിക്ക് സാധ്യതകളുണ്ട്. എന്നാൽ ഞാൻ ഇപ്പം പറയാൻ പോകുന്ന തെർമോഡൈനാമിക്സിന്റെ നിയമങ്ങൾ എന്ന് പറയുന്ന നിയമങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കിയിടത്തോളം ഏകദേശം ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണോ, ദൈവത്തിന്റെ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട ചില അടിസ്ഥാന നിയമങ്ങളാണെന്ന് ഉള്ള ധാരണയിലാണ് ഞാൻ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ സ്വർഗത്തെ പറ്റി പറയുന്ന സമയത്ത്, ഹെവനെ പറ്റി പറയുന്ന സമയത്ത്, ഹെവൻ ഈസ് എ വെരി ഓർഡേർഡ് സിസ്റ്റം. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ഐ ലൈക്ക് ടു എംഫസൈസ്. സ്വർഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ചർച്ചകളിൽ വളരെ ഓർഡേർഡ് ആയിട്ടുള്ള, വളരെ ക്രമീകൃതമായിട്ടുള്ള ഒരു സിസ്റ്റം ആണ് സ്വർഗം. അത് പറയാൻ ഞാൻ കാര്യമാണ്. എന്നെ ചോദിച്ചാല് ഈ ക്രമം
ക്രമമില്ലായ്മ എന്ന് രണ്ട് വാക്കുകൾ ശാസ്ത്രത്തിലുണ്ട് ഇപ്പൊ. അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള ഏത് വസ്തു എടുത്ത് പരിശോധിച്ചാലും, വസ്തു എന്ന് പറയുന്നത് ഞാൻ മനുഷ്യനെ ഉൾപ്പെടെ പറയാം, പരിശോധിക്കുന്ന സമയത്ത് അതിനൊരു ക്രമമോ ക്രമമില്ലായ്മയോ, ഓർഡർ ഓർ ഡിസോർഡർ, ഇത് രണ്ട് ദ്വന്ദ്ങ്ങൾ, വിപരീത ദ്വന്ദ്ങ്ങൾ. ഓർഡറിൽ നിന്ന് ഓർഡർ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുമ്പോഴാണ് ഡിസോർഡർ ആവുന്നത്. സ്വർഗമല്ലാത്ത അവസ്ഥയാണ് നരകം എന്ന് പറയുന്നത് പോലെ തന്നെ. അപ്പം ഓർഡർ എന്ന് പറയുന്ന ഒരു സ്വഭാവം എല്ലാ വസ്തുക്കൾക്കും ഉണ്ട്. ഓർഡർ കൂടുന്നതിനനുസരിച്ച് ആ സിസ്റ്റം അല്ലെങ്കിൽ ആ വസ്തു വളരെയധികം മനോഹരമായിട്ട് മാറുമെന്ന്, അതിന്റെ സിമട്രി വളരെ കൂടുമെന്നുള്ളതും അതിന്റെ സ്വഭാവങ്ങൾ വളരെയധികം ഉയരുമെന്നുള്ളത് ശാസ്ത്രം ഇപ്പൊ അംഗീകരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഓർഡർ അളക്കാനായിട്ട് നമുക്കൊരു അളവുകോലും ശാസ്ത്രത്തിലുണ്ട്. ആ അളവുകോലിന് പറയുന്ന പേരാണ് എൻട്രോപ്പി എന്ന്. അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ ചർച്ചയ്ക്കകത്ത് കുഴപ്പമൊന്നുമില്ല. ക്രമമില്ലായ്മയുടെ അളവാണ് എൻട്രോപ്പി എന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ക്രമമായിട്ടുള്ള ഒരവസ്ഥ ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അതിന് നമുക്ക് സ്വർഗം എന്ന് പറയുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. സയൻസ് അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ്. നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാക്കുകൾ ഓരോന്നും പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രപഞ്ചത്തിൽ മനുഷ്യന് കാണാൻ സാധിക്കുന്ന ഏറ്റവും ഓർഡേഡ് സിസ്റ്റംസ് ആണ് ഇവയൊക്കെ. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന രത്നങ്ങൾ, നമുക്ക് ഡയമണ്ടിന്റെ കാര്യം എടുക്കാം. ഡയമണ്ട് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഡയമണ്ടും കരിയും കാർബൺ തന്നെയാണ്. ഡയമണ്ടും നമ്മുടെ വീട്ടിലെ കരിയും രണ്ടും കാർബൺ തന്നെയാണ്. കെമിസ്ട്രിക്കാരൻ്റെയോ അല്ലെങ്കിൽ ശാസ്ത്ര കണ്ണോട് നോക്കുന്നതിന് എല്ലാം കാർബൺ ആറ്റംസ് തന്നെയാണ്. രണ്ടും വ്യത്യാസമാണ്. കാര്യം വെച്ചാൽ ഡയമണ്ട് ഈസ് ഹൈലി ഓർഡേഡ്. ഡയമണ്ട് ഹൈലി ഓർഡേഡ് ആയിട്ടുണ്ട് ഡയമണ്ടിന്റെ ആറ്റംസ് ആ വസ്തുവിൽ ഇരിക്കുന്നത്. വളരെ അതിൽ നിന്ന് ഓർഡർ മാറി വരുമ്പോൾ ആ ഗ്രാഫൈറ്റും കൽക്കരിയുമായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് ഒരേ വസ്തു. അപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഒരേ വസ്തുവിന്റെ തന്നെ ഓർഡർ കൂടുമ്പോൾ അതിന്റെ മനോഹാരിത, അതിന്റെ സ്വഭാവങ്ങൾ വളരെ ഉന്നതമാകുന്നു എന്ന് ശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രക്രിയകൾക്കും തെർമോഡൈനാമിക്സ് നിയമങ്ങൾ ആപ്ലിക്കബിൾ ആണ്. ബിക്കോസ് മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ചിന്തിക്കാൻ. ഇത് ഞാൻ ഈ ചർച്ച അല്ലെ ഈ ഒരു വിഷയം ഒന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ്, സ്വർഗം എന്ന് പറയുന്ന ഒരു ബിബ്ലിക്കലായിട്ടോ അല്ലെ ഏതെങ്കിലും മതത്തിന്റെ ഭാഗമായിട്ടോ അല്ലെ മനുഷ്യനിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഓർഡേഡ് ആയിട്ടുള്ള ഏറ്റവും ക്രമം കൂടിയ ഒരവസ്ഥ. ആ ക്രമം കൂടിയ അവസ്ഥയാണ് ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അത് ഞാൻ നമ്മുടെ സെയിന്റ് പോള് പറയുമ്പോൾ, ഏകദേശം ഞാൻ ഈ പറഞ്ഞ റോമർക്കുള്ള ലേഖനത്തിന്റെ 5-6 അധ്യായങ്ങൾ വായിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ 2 പ്രമാണങ്ങൾ കാണുന്നു. ഒന്ന് പാപത്തിന്റെ പ്രമാണം, മറ്റേത് ജീവന്റെ പ്രമാണം. ആ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് അവിടെ അദ്ദേഹം വിലപിക്കുന്നത്. ആത്മാവിലേക്ക് പോകുന്ന ജീവന്റെ പ്രമാണവും പാപത്തിലേക്ക് പോകുന്ന ജഡത്തിന്റെ പ്രമാണവും എന്ന് 2 വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ തെർമോഡൈനാമിക്സിലെ ഞാൻ ഈ പറഞ്ഞ ഈ ക്രമവുമായിട്ട് ബന്ധപ്പെടുത്തി, ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു 50 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഇപ്പം ഞാൻ 2-3 മിനിറ്റ് കൊണ്ട് പറയുന്നതോടെ മനസ്സിലാക്കണം. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രമത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ പ്രപഞ്ചത്തിലുണ്ട്. ക്രമരാഹിത്യത്തിലേക്ക് പോകുന്ന ഒരു പ്രിൻസിപ്പിളുമുണ്ട്. അപ്പൊ ക്രമത്തിലേക്ക് പോകുന്നതും ക്രമരാഹിത്യത്തിലേക്കും പോകുന്നതായ ആത്മാവിന്റെ പ്രമാണം എന്ന്, ക്രമത്തിലേക്ക് പോകുന്ന പ്രമാണം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നതും, ജഡത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് ക്രമരാഹിത്യത്തിലേക്ക് പോകുന്നതും എന്ന് ഞാനിപ്പോൾ പറയുകയാണ്. ചർച്ചയിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് പറയാൻ സാധിക്കുന്നതാണ്. ആ പ്രമാണവും സെയിന്റ് പോൾ അന്ന് മനസ്സിലാക്കിയിരുന്നുള്ളതാണ് എനിക്കൊന്ന് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ പൂർണ്ണക്രമമുള്ള ഒരു സിസ്റ്റവും പ്രപഞ്ചത്തിൽ ഇതുവരെയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ഡയമണ്ടോ ഈ പറഞ്ഞ സ്ഫടികം പോലുള്ള ജലമോ നമ്മുടെ ഇവിടെ പ്രപഞ്ചത്തിലുള്ള ഏത് സിസ്റ്റം എടുത്താലും ഏത് വസ്തു എടുത്താലും പൂർണ്ണമായ ക്രമം ഇല്ല എന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു. എന്നാൽ പൂർണ്ണമായ ക്രമമുള്ള ഒരു സിസ്റ്റം പ്രപഞ്ചത്തിൽ ഉണ്ടാകാം എന്ന് ഞാൻ പറഞ്ഞ തെർമോഡൈനാമിക്സ് പറഞ്ഞു തരുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിന്റെ 3ാമത്തെ നിയമം പറയുന്നത് ഇതാണ്: ഈ പ്രപഞ്ചത്തിൽ പൂർണ്ണക്രമമുള്ള ഒരു സിസ്റ്റം ഉണ്ടാകാം.
എന്നാൽ അത് നിർമ്മിക്കുവാൻ ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യന് സാധിക്കത്തില്ല എന്നും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പൂർണ്ണക്രമമുള്ള ഒരു സിസ്റ്റം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകാം എന്നുള്ളൊരു വലിയ മെസ്സേജാണ് ആ ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ പൂർണ്ണക്രമമുള്ള ആ ഒരു സിസ്റ്റത്തിന് നമുക്ക് സ്വർഗമെന്നോ പർദീസയെന്നോ പേര് കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ആ സിസ്റ്റത്തിൽ നിന്ന് ക്രമം കുറഞ്ഞു 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 സ്വർഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് നരകത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുക. We are moving from the heavenly state, the ordered state, to the disordered state. അപ്പം ഞാൻ ഇതിൽ പറയാൻ ഒരു കാര്യമുണ്ട്. വേദോസത്തിലുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, അന്ന് നിങ്ങൾ മുഖാമുഖം, ഇപ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണും, അപ്പോൾ നിങ്ങൾ മുഖാമുഖം കാണും. നമുക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. എൻ്റെ പൂർണ്ണമായ വിശ്വാസപ്രകാരം, എൻ്റെ ഒരു 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 ചിന്തയിൽ പ്രകാരം, നമ്മുടെ തലമുറയിലല്ല, ഈ വരുന്ന തലമുറകളിലെങ്കിലും ഈ ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും നമ്മുടെ വേദപുസ്തകങ്ങളിലോ വേദങ്ങളിലൊക്കെ പറയുന്ന ബ്രഹ്മലോകം എന്നോ അല്ലെ സ്വർഗലോകം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റുകളും ശാസ്ത്രവും മനുഷ്യനും എല്ലാം നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു അളവിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സയൻസ് ഭയങ്കര റെവല്യൂഷണറി ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് സയൻസിൽ. അതിൻ്റെ ഒരു ചെറിയ 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 നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ, ഞാനിപ്പം ചില ശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ ചില ചിന്തകളൊക്കെ, ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെ, നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സ് ഉൾപ്പെടെ, അതിനു മുമ്പുള്ള ഒരു വലിയ ഒരു പോൾ ഡിറാക്ക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്, പോൾ ഡിറാക്ക്, നീൽ ബോർ, ഇവരെ എല്ലാം ചിന്തകളുടെ അടിയിൽ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ദൈവ ചിന്തകളാണ് അല്ലായിരിക്കാം ഒരു പക്ഷെങ്കിൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലായിരിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ശാസ്ത്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചർച്ചയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, സ്വർഗം എന്ന് പറയുന്ന ഒരവസ്ഥ ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ മനസ്സിലാക്കിയ ശാസ്ത്ര അറിവിന് അനുസൃതമാണ്. അതായത് ഇവിടെ എന്നല്ല, ഒരു സ്വർഗം ഉണ്ടാകാം. സ്വർഗം എന്ന് പറയുന്നത് വെറുതെ ഒരു വിശ്വാസമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇത് പറയുന്ന ഇതാണ്, the entropy of system can be zero if the temperature is absolute zero and if it is a perfect crystal. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ക്രമരാഹിത്യത്തിന്റെ അളവ്, ക്രമരാഹിത്യം 0 ആകാന്ന് പറഞ്ഞാൽ ഫുൾ ക്രമമാണ്, മാക്സിമം ക്രമമാണ്, മൊത്തം ക്രമമാണ്. മൊത്തം ക്രമത്തിലായിരിക്കുന്ന ഏതാണോ അതാണ് ദൈവത്തിന്റെ ആസ്ഥാനം. അവിടെയാണ് അങ്ങനെയുള്ള ഒരു സിസ്റ്റം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. തെർമോഡൈനാമിക്സ് പഠിപ്പിക്കുന്ന പല അധ്യാപകരുമായിട്ട് ഇത് ചർച്ച ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മർദ്ദമ കോളേജിൽ നേരത്തെ പഠിപ്പിച്ച മാത്യു പി തോമസ് സാറുമായിട്ട് സംസാരിച്ചാൽ വളരെ നല്ലതായിരിക്കും. കൂടുതൽ അറിയാവുന്ന അധ്യാപകനാണ് സാറ്. ഒക്കെ ഈ ഭാഗങ്ങളൊക്കെ വളരെയധികം മുമ്പോട്ട് പഠിച്ച ആൾക്കാരാണ്, വളരെ മനസ്സിലാക്കാൻ ആളാണ്. ചൊവ്വനത് പ്രസന്റ് ചെയ്യാൻ അറിയാം. എന്നെ പഠിപ്പിച്ച ഒരു ഡോക്ടർ കെ രാമസ്വാമി അയ്യർ ഉണ്ടായിരുന്നു അറിവാനിയസ് കോളേജിൽ. അദ്ദേഹമായി ഒരു പക്ഷെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ഈ ഒന്ന് ചിന്തിക്കാനായിട്ട് ഒരു അവസരം ദൈവം തന്നത് ഈ അധ്യാപകരുമായിട്ടുള്ള സഹകരണമാണെന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യത്തിന്റെ ഒരു ചെറിയൊരു അംശം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതായത് there can be ഈ ഹെവൻ കാണാം. ഇപ്പൊ സ്വർഗത്തിലുണ്ടെന്ന് ചോദിച്ചു, അത് പക്ഷെ നമ്മുടെ മനസ്സിലായിരിക്കാം. ഇഫ് യുവർ മൈൻഡ് ഈസ് ബിക്കമിങ് കൺവേർട്ടഡ് ടു ഓർഡേർഡ് സ്റ്റേറ്റ്, നമ്മുടെ മനസ്സ് അല്ലെ നമ്മുടെ ചിന്തകൾ ഒരു ഓർഡേർഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതായിരിക്കും കർത്താവ് പറഞ്ഞേക്കുന്ന സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. എനി സ്റ്റേറ്റ്, ഏത് വസ്തുവും ഈ ഓർഡേർഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ സ്വർഗത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് ചെല്ലുമെന്നുള്ളൊരു വലിയൊരു ഒരു 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 തത്വമാണ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സ്വർഗത്തെ പറ്റി ഇനിയിപ്പോ നമുക്ക് മരണശേഷമാണോ, ഇനി ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണോ സ്വർഗം എന്നൊക്കെ ചിന്തിച്ചാലും കുഴപ്പമില്ല. എന്നു ചോദിച്ചാല് ഞാൻ ഇതിനുള്ള കണ്ടീഷൻസ് കംപ്ലീറ്റ് ഓർഡേർഡ് സ്റ്റേറ്റ് കിട്ടാൻ സാധിക്കുന്ന ഒരു പ്രദേശം ഈ പ്രപഞ്ചത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും സ്വർഗമാകും. അതുകൊണ്ടല്ലേ ഒന്നാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തി പറയുന്ന ഏദൻ തോട്ടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഏദൻ തോട്ടം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈ ഒരു കംപ്ലീറ്റ്ലി ഓർഡേർഡ് ആയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. കംപ്ലീറ്റ്ലി ഓർഡേർഡ് ആയിരുന്നു. ആ കംപ്ലീറ്റ് ഓർഡറിലാണ്. ആ ഓർഡർ അങ്ങോട്ട് കുറയാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ പാപം കയറിയെന്ന് നമ്മൾ പറയുന്നത്. അത് വേറെ ഒരു വിഷയമാണ്, ചർച്ച ചെയ്യേണ്ട വിഷയം. ഓർഡർ കുറഞ്ഞുകൊണ്ടനുസരിച്ച് ഓർഡർ കുറയുകയാണ്. ഓർഡർ കുറയും എന്നുള്ളതൊക്കെ ഞാൻ ഈ പറഞ്ഞ തെർമോഡൈനാമിക്സിലെ നിയമങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിലുള്ള ഒരു
വിഷയം അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം ഇതിന്റെ സയന്റിഫിക് കാര്യങ്ങൾ ഇതിൽ കൂടുതൽ ലഘൂകരിച്ച് പറയാൻ സാധിക്കുമോ എനിക്ക് സംശയമുണ്ട്. അപ്പം ഐ വാസ് ട്രൈങ് ടു ഷോ ദാറ്റ് there can be a heaven as per the scientific understand we do have. നമ്മുടെ ഇപ്പോഴുള്ള അറിവനുസരിച്ച് ഒരു സ്വർഗം അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്ന ഒരു പരദീസ ഉണ്ടാകാം. അത് കംപ്ലീറ്റ് ഓർഡേർഡ് ആയിരിക്കാം, ഓർഡേർഡ് ആകണം. അങ്ങനെ ഒരു ഓർഡേർഡ് സ്റ്റേറ്റ് പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ സാധിക്കും എന്ന് യാതൊരു സംശയവുമില്ലാതെ സയൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന് ഡയറക്റ്റ് എവിഡൻസസ് ഇവിടെ ഇപ്പം നമുക്ക് പറ്റത്തില്ല. ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്സ് ഹാവിങ് ലിമിറ്റേഷൻസ്. ഈ ലിമിറ്റേഷൻസ് ഉള്ള മനുഷ്യനെ ഒരവസ്ഥയിലേക്ക് പോകാൻ സാധിക്കത്തില്ല എന്നും സയൻസ് പറയുന്നുണ്ട്. എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒത്തിരി എവിഡൻസസ് അതിനുണ്ട്. ശാസ്ത്ര ലോകത്തിൽ ഇങ്ങനെ ഒരു കോറിലേഷന് പോകുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ് ശാസ്ത്ര ലോകത്തില്. എന്നാൽ ഈ വരും കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചർച്ചകളിലേക്ക് സയൻസ് നീങ്ങും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ ദൈവം എന്ന് പറയുന്ന എന്റെ ദൈവം നിന്റെ ദൈവം നമ്മളോട് മതങ്ങൾ നമ്മൾ അടിക്കുന്ന ഈ അടിയും ബുദ്ധിമുട്ടൊക്കെ മാറും. എല്ലാം ഒരു യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ആയിട്ട് മാറും. തീർച്ചയായിട്ടും നമ്മുടെ സ്പിരിച്വാലിറ്റിയെ സയൻസ് സപ്പോർട്ട് ചെയ്യാനുള്ള കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മാത്രമേ മതവൈരാഗ്യങ്ങളും ഇതൊക്കെ മാറുകയുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ എല്ലാ മതങ്ങളുടെ അടിസ്ഥാനം ദൈവം ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും സയൻസിലും അതിനുള്ള ചെറിയ 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 കാര്യങ്ങളൊക്കെ സയൻസിലും പുറത്തോട്ട് വരുന്നുണ്ട്. സയൻസിന് ഒരു ഡിവൈൻ ഫാക്ടർ വളരെ താമസിയാതെ സയൻസിൽ വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനിയും എനിക്ക് തോന്നുന്നത് ഒരു ചെറിയൊരു ചർച്ചയിലേക്ക് നമ്മൾ നീങ്ങുന്നതായിരിക്കും നല്ലത്. താല്പര്യമുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ഒരു പക്ഷേ എങ്കിൽ എന്തുമാത്രം ഇത് അസിമുലേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, മനസ്സിലാക്കാൻ സാധിച്ചു അല്ലെ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ കൺവേ ചെയ്തത് അത്ര എങ്ങനെയാണ് അറിയത്തില്ല. ഇനിയും ഒരു ഒപ്പുന്നായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. Okay, thank you very much, sir. It was wonderful. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളുടെ മെമ്പേഴ്സ് തന്നെ ഈ ഇവിടെ ടോക്ക് തരുന്ന ഒരു സെഗ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് നമ്മളുടെ സെലക്ഷൻ ഓഫ് ടോപ്പിക്സ്. ഓരോരുത്തരും ഞാൻ ഓരോരുത്തരെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇന്ന ഒരു വിഷയമായിരിക്കും വരുന്നതെന്ന്, പക്ഷെ അതിനെയൊക്കെ കടന്നു പോകുന്ന ഉദാത്തമായിട്ടുള്ള വളരെ കനമുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് നമ്മളുടെ മെമ്പേഴ്സ് സംസാരിക്കുന്നു എന്നുള്ളത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ മീറ്റിങ്ങും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. തോമസ് മാത്യു സാറുമായിട്ട് ഈ വിഷയത്തെ പറ്റി ഞങ്ങളൊരു വളരെ സൂപ്പർഫിഷ്യലായിട്ട് ചില എക്സ്ചേഞ്ചസ് ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ റെലവൻ്റ് ആണ് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ പേരിൽ തന്നെയാണ് ആ വിഷയത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നത്. സ്വർഗം നരകം ഒക്കെ നമ്മളുടെ എല്ലാ മതങ്ങളും ഉയർത്തി കാണിക്കുന്ന രണ്ട് കൺസെപ്റ്റുകളാണ്. അതിൻ്റെ ശാസ്ത്രീയ വശം സയൻസ് ഏതാണ്ട് അതിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അത് തീർച്ചയായിട്ടും നമ്മളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതും നമ്മളുടെ പ്രതീക്ഷകളെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി നമ്മൾ അടുത്ത ഒരു 15 മിനിറ്റ് നമ്മളൊരു ഓപ്പൺ ഫോറമായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പലർക്കും ചോദ്യങ്ങൾ ഉണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ലോകം തന്നെ ഒരു ഓർഡർലി സ്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും എന്ന് തന്നെ അല്ലയോ സാറ് പറഞ്ഞു വെച്ചത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോ ഇസ് ഇറ്റ് എ ഡിഫറെന്റ് റെലം ഓർ ഡിഫറെന്റ് പ്ലാനറ്റ് ഓർ ഡിഫറെന്റ് പ്ലേസ് ആസ് വി ആർ ഗിവൺ ടു ബിലീവ്? കാരണം നമ്മളുടെ വിശ്വാസം നമ്മൾ ഇങ്ങനെ പറന്നുയർന്ന് വേറൊരു ലോകത്തിലേക്ക് പോകും. അവിടെ നമുക്ക് മുന്നേ പോയവരൊക്കെ ശുഭ്രവസ്ത്രധാരികളായിട്ട് നമ്മളെ സ്വീകരിക്കാനായിട്ട് അവിടെ നിൽക്കുന്ന ഇങ്ങനെയുള്ള ഒരു വിഷ്വൽ ഇത് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ കയറിയിട്ടുണ്ട്. അതിനെ മാറ്റിയിട്ട് ഈ ലോകം തന്നെ
ട്രാൻസ്ഫോംഡ് ഇൻ ടു an orderly സ്റ്റേറ്റ് എന്നാണോ സയൻസ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് അറിയാനുള്ള താല്പര്യമുണ്ട്. എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങൾ പറയുവാനുള്ള അവസരമാണ്. അതിനുശേഷം ഏറ്റവും അവസാനം സാറ് എല്ലാം കൂടെ ക്രോഡീകരിച്ച് പറയുകയോ അല്ലെങ്കിൽ ഓരോന്നിന് അന്നേരം മറുപടി പറയുകയോ ചെയ്യാം. അഭിപ്രായങ്ങളുള്ളവർക്ക്, ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവരെ ഞാൻ ക്ഷണിക്കുന്നു. ഈ അടുത്ത ഒരു 15 മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അന്നേരം പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു സാറേ. ഓക്കെ. അപ്പൊ സാറിപ്പോ ചോദിക്കുന്നത്, നമ്മൾ ഈ വേദവസ്ഥ നമ്മളിപ്പം ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തി മുമ്പോട്ട് പോകുന്നതായിരിക്കും എനിക്ക് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. പുതിയ ആകാശം, ന്യൂ എർത്ത് ആൻഡ് ന്യൂ ഹെവൻ. ഇപ്പം വേണമെന്നല്ല, ഇപ്പം ഈ ലോകത്തിലുള്ള പല ഗ്രഹങ്ങളെയോ പല സ്ഥലങ്ങളെയോ ഒക്കെ പല സിസ്റ്റംസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ വേണം. പല സിസ്റ്റംസ് ആയിട്ട് കണക്കാക്കാം. ഞാൻ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലേ പറയുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഈ വീട് ഒരു സിസ്റ്റമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ശാസ്ത്രത്തിന്റെ ഒരു അറിവനുസരിച്ച് ഈ വീട് മാത്രം, വീട് വേണോ, വീട്ടിലെ എല്ലാ സിസ്റ്റങ്ങളും, വീട്ടിലെ മുഴുവൻ പ്രവൃത്തികളും, വീട്ടിലിരിക്കുന്ന എല്ലാ എന്തൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു, അതിനെല്ലാം നമുക്ക് കൂടുതൽ ഓർഡറിലേക്ക് മാറ്റാം അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ സറൗണ്ടിങ്സ്. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വീട്, എൻ്റെ ഒരു വീട് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് ഞാൻ പറയാം. ഇങ്ങനെ കറക്റ്റ് എല്ലാം ഇരിക്കുകയാണെങ്കിൽ ഇതിനകത്തൊന്ന് ഡിസോർഡറിനെ വലിച്ചു പുറത്തോട്ട് മാറ്റാൻ സാധിക്കുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. വേണം അങ്ങനെ മാറ്റാൻ സാധിക്കും. ഇതൊക്കെ ഇന്ന് നടക്കുമോ നടക്കില്ലെന്നുള്ളതല്ല, ശാസ്ത്രത്തിലെ സാധ്യതകളായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീടിരിക്കുന്ന ഏരിയ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഓർഡേർഡ് സ്റ്റേറ്റിലാക്കാം. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് തന്നെ വേണേൽ എൻ്റെ ഓർഡർ കൂട്ടാം. ഒരുപക്ഷെ ധ്യാനമാർഗങ്ങൾ എന്നൊക്കെ പറയുന്നത് അതായിരിക്കും, മെഡിറ്റേഷൻസ് ഒക്കെ. എൻ്റെ ഓർഡർ എനിക്ക് തന്നെത്താൻ കൂട്ടാൻ സാധിക്കും. കൂട്ടിക്കഴിയുമ്പോൾ ഐ വിൽ ഗോ ടു, അത് ഒരു പക്ഷെങ്കിൽ പൗലോസ് ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ 3-ാം സ്വർഗത്തോളം എത്തിയെന്ന്. പൗലോസ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ വെക്കണം. ഞാൻ 3-ാം സ്വർഗത്തോളം എത്തിയെന്ന് പറയുന്ന സമയത്ത് അത് കൂടുതൽ അങ്ങോട്ട് അവിടെ അമർത്യതയിൽ നിന്ന് മൃത്യത എന്താ അങ്ങനെ ഒരു വാക്കുകളൊക്കെ ഓർക്കുന്നില്ല. 3-ാം സ്വർഗം വരെ എത്തിയെന്ന്. ഓരോ സിസ്റ്റങ്ങൾ, ഞാൻ ഈ ദ ഹോൾ യൂണിവേഴ്സ് ഒന്നിച്ച് ഒരു ഓർഡേർഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് സയൻസ് ഇപ്പം പറയുന്നില്ല. പക്ഷേ യൂണിവേഴ്സിലെ ചില ഭാഗങ്ങൾ ഒരു മനുഷ്യന് വേണമെങ്കിൽ ഓർഡേർഡ് സ്റ്റേറ്റിലേക്ക് മാറാം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി ഇരിക്കുന്ന ഈ പ്രദേശം മാത്രമായിട്ട്, അല്ലെ ഭൂമി എന്ന് പറയുന്ന ഈ ഏരിയ മാത്രമായിട്ട് ഒരു ഓർഡേർഡ് സ്റ്റേറ്റിലോട്ട് മാറത്തില്ല എന്ന് ഇപ്പം സയൻസ് പറയുന്നില്ല. അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സ്. ഇവിടുന്ന് ഡിസോർഡർ എടുത്ത് അങ്ങോട്ട് മാറ്റുക നമ്മൾ പറയുന്നത്. ഇവിടുത്തെ ഡിസോർഡർ അങ്ങോട്ട് മാറ്റുമ്പോൾ ഇവിടെ ഓർഡർ, ആ ഡിസോർഡർ ഓർഡറും തമ്മിലുള്ള ആ വ്യത്യാസം ഇത്തിരി കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉൾക്കൊള്ളാൻ സാധിക്കും. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാളക്കാരെ ഇങ്ങനെ നല്ല ശരിയായിട്ട് മാർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ഓർഡേർഡ് സ്റ്റേറ്റ്. അപ്പൊ അതിനിടയ്ക്കോട്ട് ഒരു പട്ടി വന്ന് കയറിയെന്ന് വിചാരിച്ചു, ഒരു പട്ടി വന്ന് അവരുടെ ആ നടപ്പിന്റെ ആ ഓർഡർ അങ്ങ് മാറും, ഒരു ഡിസോർഡേർഡ് സ്റ്റേറ്റ് ആവും. അവരുടെ എണ്ണത്തിന് വ്യത്യാസം വരുന്നില്ല, അല്ലെ എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ട് അവർ ഓർഡേർഡ്, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് സയൻസിലും പറയുന്നത്. സിസ്റ്റത്തിന്റെ ഓർഡർ ഡിസോർഡർ ഒക്കെ പറയുന്നത് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണോ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓർഡർ ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ചോദ്യത്തിന് ഞാൻ പറയുകയാണ്, വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഭാഗമായിട്ട് ഓർഡേർഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നതിന് യാതൊരു തടസ്സവും എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത്. കൂടുതൽ ചർച്ച വരുമ്പോൾ അറിയത്തുള്ളൂ, ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമിയും, അല്ല പുതിയ ഭൂമിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവിടെ ഉണ്ടാകുന്നതിന് ഇത് ബുദ്ധിമുട്ടില്ലെന്നാണ് എൻ്റെ തോന്നുന്നു. താങ്ക് യു. രാജു അല്ലെ, വേറെ ആരും പറഞ്ഞോട്ടെ, പിന്നെ പറയാം, ഇടയ്ക്ക് പറയാം. ബാക്കി ദാനിയൽ സാർ. ശിഷ്യന്മാര് കർത്താവിനോട് ചോദിച്ചു, സ്വർഗരാജ്യം എവിടെയാണ്? അത് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആയിരിക്കും ഇപ്പോൾ ശരിയാണ്. നിങ്ങളുടെ ഇടയിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നൊക്കെ പലതും പറയുന്നുണ്ട്. ഒരു കാര്യം സാറേ ഉറപ്പെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള ഉറപ്പാണ്, നമ്മൾ ഈ ദൃശ്യലോകത്തിന് അപ്പുറത്ത് ഒരു അദൃശ്യ ലോകം ഉണ്ടെന്നുള്ള യാതൊരു സംശയവും. എന്നു ചോദിച്ചാല് നമ്മളിപ്പം
നമ്മൾ മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് ശാസ്ത്രം പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ദൂരെയുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, നമ്മൾ ചെറുതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങും എത്താതെ ഇങ്ങനെ പോവും അങ്ങ് താഴോട്ട്. അതായത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു കല്ലെടുക്കുകയാണെങ്കിൽ കല്ലിനകത്തെ കൊച്ചു കൊച്ചു സാധനങ്ങൾ പരിശോധിച്ച് പോകുമ്പോൾ ആറ്റത്തിലേക്കും ഇലക്ട്രോൺസിലേക്കും പ്രോട്ടോൺസിലേക്കും അതിന് താഴോട്ടും പോയി വേവായിട്ടൊക്കെ വൈബ്രേഷൻസ് ആയിട്ടൊക്കെ മാറുക. രാജാനൊക്കെ ഇരിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ഭയമുണ്ട്. ഞാൻ പറയാം. അപ്പം ഈ ദൃശ്യപ്രപഞ്ചത്തിന് അപ്പുറത്തൊരു അദൃശ്യ പ്രപഞ്ചം എന്നൊരു കോൺസെപ്റ്റ് സയൻസ് എതിർക്കുന്നൊന്നുമില്ല. അത് നമ്മൾ ശരിയായിട്ട് പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് പ്രസ്താവിക്കുന്ന ഒരു ബുക്കാണ് നമ്മുടെ ഭഗവത്ഗീത പറയുന്നുണ്ട്. ക്ഷരപ്രപഞ്ചമെന്നും അക്ഷരപ്രപഞ്ചമെന്നും. നമ്മളിപ്പം കാണുന്നതല്ല ക്ഷരപ്രപഞ്ചമാണ്, ചേഞ്ചിങ് യൂണിവേഴ്സ്. അക്ഷരം എന്ന് പറയുന്നത് ക്ഷയിക്കാത്തത്, ആ നിത്യത എന്ന് നമ്മുടെ ക്രിസ്ത്യൻ ലാംഗ്വേജിൽ പറയും നിത്യത. അതുകൊണ്ട് ഇവിടെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഓർഡേർഡ് സ്റ്റേറ്റ് ഉണ്ടാകാം. ഒരു പക്ഷെങ്കില് അതിനപ്പുറത്തൊരു ഓർഡേർഡ് സ്റ്റേറ്റ് ഉണ്ടായി കൂടാഴികയില്ല. അതുകൊണ്ട് സ്വർഗരാജ്യം നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂടെ വേറൊരു സ്ഥലത്തോട്ടാണോ എന്ന് പറയുന്നതും ഇപ്പൊ നമുക്ക് ഉത്തരവൊന്നും പറയാൻ സാധിക്കത്തില്ല. ദർ ക്യാൻ ബി, രണ്ടും ഉണ്ടാകാം. പക്ഷെ ഇവിടെയും സ്വർഗരാജ്യമാണ്, നമ്മുടെ ഇടയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. എനിക്കൊന്ന് ഇവിടെ തന്നെ മോക്ഷം പ്രാപിച്ചു പോകുന്നത് ഇപ്പം ക്രൈസ്റ്റൊക്കെ അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നല്ലോ. സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കും. സാജൻ അല്ലെങ്കിൽ രാജു ആരെങ്കിലും? അല്ല, ഞാൻ അത് പറഞ്ഞോട്ടെ. അല്ല, സാജൻ പറഞ്ഞു. ഇല്ല, സാധനല്ല, അമ്പുട്ടിയാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇൻഡിവിജ്വലിനെ എടുത്താൽ നമ്മുടെ ശരീരത്തിന് നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് തുടരാൻ. പക്ഷെ ഐ തിങ്ക് വാട്ട് ഇസ് ഇൻസൈഡ് അസ്, നമ്മുടെ ഉള്ളിലുള്ളതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ കൊണ്ടും അല്ലെ അതുപോലെയുള്ള സ്വയ ഡിസിപ്ലിൻ കൊണ്ട് ഓർഡറിലാക്കാൻ പറ്റുമായിരിക്കണമല്ലോ. അതായിരിക്കും ഒരു പക്ഷേ അതും സ്വർഗത്തിലെ, അതാ സ്വർഗരാജ്യം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്വർഗം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളത് ഓർഡർ കൊണ്ട് അല്ലേ? അതെ, മുന്നേ പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ശരീരം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഫിസിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഈ ബോഡി എന്നല്ല ഞാനും മനസ്സിൽ കണ്ടത് കേട്ടോ. അങ്ങനെ പറഞ്ഞത് തന്നെയും അതാ വളരെ കറക്റ്റ്, ഈ പറഞ്ഞ വളരെ കറക്റ്റ്. നമ്മുടെ ഒരു ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ നമ്മളിത് സയൻസ്, അവിടെ ന്യൂറോ സയൻസ് ഒന്നും അത്രയും വളർന്നിട്ടില്ലെങ്കിൽ തന്നെയും ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. അവിടെ ഒരു ഓർഡർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഈ ദൈവമായിട്ടുള്ള ബന്ധം കൂടുതൽ ആകാം അവിടെ സംഭവിക്കുന്നത്. അത് ഓർഡർ സ്റ്റേറ്റിലാകുന്നതിനനുസരിച്ച് എനിക്കൊന്ന് നമുക്കെല്ലാവരും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മുടെ പ്രത്യേക പ്രാർത്ഥനകളിലും നമ്മുടെ ചില മെഡിറ്റേഷൻസിലൊക്കെ നമ്മൾ കൂടുതൽ ശാന്തരും നമ്മൾ കൂടുതൽ പീസ്ഫുൾ ആകുന്ന ഒരു അവസ്ഥ നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ പലപ്പോഴും. അതൊക്കെ ആ ഒരു അവസ്ഥയായിരിക്കും. ആ വളരെ കറക്റ്റാണ്. നമ്മുടെ ഉള്ളിൽ സ്വർഗരാജ്യം ഉണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരം മുഴുവൻ ഓർഡർ സ്റ്റേറ്റിലാകുക എന്നുള്ളതല്ല, നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സുകളോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ കൂടുതൽ പറയാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാന്നു. സത്യം വളരെ കറക്റ്റാ പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് ദെയർ, ഇറ്റ് ഇസ് നോട്ട് ഇൻസൈഡ് നമ്മുടെ ചെസ്റ്റിന്റെ അവിടെ നിന്നോ അല്ലെങ്കിൽ ഹാർട്ടിന്റെ അവിടെ ഇരിക്കുക എന്നുള്ളതല്ല. ദെയർ ഇസ് അനദർ സംതിങ് ബിയോണ്ട് ദാറ്റ് വി ഡു ഹാവ്, ബൈ വിച്ച് ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും നമുക്ക് ഇത് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത് അതാ നമ്മുടെ ഒരു ബോധാവസ്ഥ. ആ ബോധാവസ്ഥയിലാണ് ഓർഡർ ഉണ്ടാകുന്നത്. അതാണ് ദൈവാത്മാവും മനുഷ്യന്റെ ആത്മാവും തമ്മിൽ ബന്ധപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ അതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പോസിറ്റീവ് തിങ്കിങ്ങിൽ കൂടെ മനുഷ്യർക്ക് സന്തോഷവുമാണെന്നും കൂടുതൽ ഉണ്ടാവും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം പോസിറ്റീവ് തിങ്കിങ്ങിൽ കൂടെ ഈ പ്രോസസ്സിനെ ഒരുപക്ഷെ ആക്സിലറേറ്റ് ചെയ്തേക്കും. പോസിറ്റീവ് തിങ്കിങ് മേ ബി എ കാറ്റലിസ്റ്റ് ഇൻ ദിസ് പ്രോസസ്. കാറ്റലിസ്റ്റ് ആയിരിക്കും ഒരു പക്ഷെങ്കില്. പോസിറ്റീവ് തിങ്കിങ് വെച്ചാൽ നമുക്ക് തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുത്താതിരിക്കുന്ന സമയത്ത് ഈ ഒരു ഓർഡറിലേക്ക് നീങ്ങും. നമ്മള് വളരെ ശാന്തമായ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ നമ്മൾ മോശമായ ചിന്തകൾ വരാതിരിക്കുന്നതൊക്കെ ഈ ഓർഡർ സ്റ്റേറ്റിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യങ്ങളാണ്. മൈക്ക് ഓൺ ആക്കണം. നമ്മളുടെ മരണം നമ്മളെ ഒരു ഓർഡർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുമോ? നമ്മളുടെ എൻട്രോപ്പി സീറോ ആകുമോ അന്നേരം? ഇല്ല, മരണം ഞാനീ പറയുന്നതൊക്കെ നമ്മുടെ ഒരു
വെറും ഉദ്ദേശങ്ങൾ എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അല്ല, സയന്റിഫിക്കലി ഞാൻ ചോദിക്കുന്നത്, മരിക്കുന്ന ഒരാളുടെ എൻട്രോപ്പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയാളുടെ ഡിസോർഡർ കുറയുകയാണോ ചെയ്യുന്നത്, കൂടുകയാണോ ചെയ്യുന്നത്? ഇല്ല, മരണം ഒരു പ്രപഞ്ചത്തിലെ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. എനിക്ക് തോന്നുന്നത് ഈ പല ഹിന്ദു ഫിലോസഫിയിലൊക്കെ പറയുന്ന പോലെ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു മായ ആയിരിക്കാം നമ്മളുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്ന ആത്യന്തികമായ സത്യം എന്ന് പറയുന്നത് മരണം മാത്രമാണ്. അപ്പൊ മരണത്തോടുകൂടി ഒരുപക്ഷെ നമ്മളുടെ ഒരു അടുത്ത പ്ലെയിനിലേക്ക് അല്ലെങ്കിൽ ഒരു എന്നാ നമുക്ക് വി വിൽ ബി സീയിങ് ലൈക്ക് തിങ്സ് വിത്ത് അവർ റിയൽ ഡൈമെൻഷൻ. നമ്മുടെ ഈ പല മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ആ പ്ലെയിനിലേക്ക് കാണാനുള്ള ഒരു സെൻസസ് നമുക്കില്ല. ഇപ്പൊ നമുക്ക് കാണാൻ മേലാത്ത പട്ടികൾ ചില ശബ്ദം കേൾക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാരെ കാണാം, അല്ലെങ്കിൽ വേറൊരു ഡയമെൻഷനിലുള്ള ആൾക്കാര് നമ്മുടെ ജേക്കബ് സാറുണ്ടല്ലോ, പോലീസ്, പുള്ളിയുടെ പല എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടാല് സത്യം പുള്ളി പറയുന്ന സത്യമാണ് നമുക്കറിയാം. കാര്യം വളരെ ആധികാരികമായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പം വേറൊരു പ്ലെയിനിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നമ്മളുടെ ഈ പ്ലെയിനിൽ നിന്നുകൊണ്ട് നമ്മളുടെ മാനസികമായ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിനെ അറിയാൻ നമ്മളുടെ സെൻസസ് കൊണ്ട് അറിയുന്ന പോലെ തന്നെ വേറൊരു ടൂൾ എന്നുള്ളതേ ഉള്ളൂ സയൻസ് എന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ. ഈ സാജൻ പറഞ്ഞ മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എനിക്കിപ്പം ചർച്ച ചെയ്യാൻ അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ട്. ഈ സാജൻ പറഞ്ഞ മറ്റേ കാര്യം വളരെ കറക്റ്റാണ്. എന്നെ ചോദിച്ചാല് നമ്മുടെ ഈ ഒരു ഡയമെൻഷനിൽ അല്ലെ ഈ ഒരു പ്ലെയിനിൽ അറിയാൻ മേലാത്ത അല്ലെ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് ഈ പ്രവാചകന്മാരും ഋഷിമാരൊക്കെ. ഋഷിമാരൊക്കെ ഞാൻ ഈ കൂട്ടത്തിൽ സാജൻ പറഞ്ഞതിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. നമ്മള് എനിക്ക് വലിയൊരു ഒരു അപ്പീൽ പറയാനുള്ള എന്നു ചോദിച്ചാൽ, നമ്മള് എല്ലാം വായിച്ചില്ലെങ്കിലും ചില മതങ്ങളിലെ ചില നല്ല ആശയങ്ങൾ വായിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ ഈ ഹൈന്ദവ ഇന്ത്യൻ ഫിലോസഫിയിൽ ഒരു നല്ലൊരു ബുക്കാണ് ഈശാവാസി ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഈശാവാസി ഉപനിഷത്ത് ഏകദേശം BC 600-650 എഴുതുകയാണെന്നാണ് ചരിത്രം പറയുന്നത്. അവിടെ ഈശാവാസി ഉപനിഷത്തിന്റെ പിൻപിലുള്ള ഋഷി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ സൂക്തത്തിൽ പറയുന്നത്, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ഈ പ്രപഞ്ചം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചലനാത്മകമാണ് ജഗത്താണെന്നാണ് അതിനെ സുകുമാർ അഴീക്കോട് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാല് അത് എന്താണ് ആധുനിക ശാസ്ത്രം ഇതുപോലെ ഈ ഒരു മെത്തഡോളജിയിൽ വളരുന്നതിന് മുമ്പോ എത്രയോ 2500-2550 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. എന്നാൽ അത് വളരെ കറക്റ്റ് ആണെന്ന് ഇപ്പൊ സയൻസ് അംഗീകരിക്കുന്നു. അതായത് ഇവിടെ ചലിക്കാത്ത ഒന്നുമില്ല. എവരിതിങ് നമ്മൾ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഗ്രഹങ്ങളും എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുക. എവരിതിങ് നമ്മളിപ്പം ഒരു കസേര ചലിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല. കസേര ഉണ്ടാക്കിയിരിക്കുന്ന ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ്. പക്ഷെ അവിടെ ആ ഋഷി അത് ദർശനത്തിലൂടെ കണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഋഷി എന്ന് പറയുന്ന മനുഷ്യനെ ദൈവമല്ലായിരുന്നു, ഈശ്വരനല്ല. ദൈവമായിട്ട് നമ്മൾ അംഗീകരിക്കുന്ന ഇവിടെ വന്നേക്കുന്നത് യേശു മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു സോക്രട്ടീസിന്റെ ശ്രീബുദ്ധന്റെ കാലത്താണ് ഏകദേശം ഇത് എഴുതിയത്. ശ്രീബുദ്ധന്റെ കാലം എന്ന് പറഞ്ഞാൽ BC 600 എന്നൊക്കെ ഞാൻ അതിനകത്തൊരു വായിച്ച മനസ്സിലാക്കുന്നത്. സോക്രട്ടീസ് 400 ആയിരിക്കും. അപ്പം ആ ഒരു തലത്തിൽ ആ പ്ലെയിനിൽ കാണാൻ മനുഷ്യനും സാധിക്കുന്നുണ്ട്. നമുക്ക് അതീന്ദ്രിയ ബിയോണ്ട് ദ സെൻസ് ഓർഗൻസ് എന്ന് പറയാം, നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള തലങ്ങളിൽ ഇവരെങ്ങനെ കണ്ടു. ഒരു പക്ഷെങ്കിൽ അവരുടെ ചിന്തകൾ, നേതാ അമൂല്യാന് പറഞ്ഞിട്ട് ആ ചിന്തകളൊക്കെ ഓർഡേഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കും അത് കാണാൻ സാധിച്ചിരിക്കും. അതാണ് എനിക്ക് തോന്നുന്നത്. സായൻ പറഞ്ഞ വളരെ മരണത്തിന്റെ ആ കാര്യത്തെ പറ്റി എനിക്ക് അതിനോട് പറയാം, നമുക്കറിയത്തില്ല, അറിയാൻ ഇതെല്ലാം ഒരു ഊഹാപോഹങ്ങളും ഇങ്ങനെ പറയുന്നുള്ളൂ. എല്ലാം ഇങ്ങനെ മറഞ്ഞിരിക്കുക. ഓരോ കാലഘട്ടങ്ങളിൽ ഇത് റിവീൽഡ് ആകും എന്നുള്ളതാണ് സത്യം. പറഞ്ഞോട്ടെ. അന്നേരം റോസാദ് സാറ് ഒരു വലിയൊരു സാഹസികമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ മതഗ്രന്ഥങ്ങളെല്ലാം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഒരു BC 500-ാം ആണ്ടിൽ ഒന്നും പറയാമോ? എനിക്ക് കേൾക്കത്തില്ലായിരുന്നു. ഹലോ, ഒരു കോള് വന്ന് കട്ട് ചെയ്തു. ഓക്കെ, BC കേൾക്കാമോ? പറഞ്ഞോളൂ.
ഇടയ്ക്ക് കോൾ വന്നു, ചിലപ്പോൾ വീണ്ടും വിളിക്കുമായിരിക്കും. കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കാവോ? പറഞ്ഞോ. BC 500-നും 1500-നും ഇടയ്ക്കാണ് എല്ലാം മതകേന്ദ്രങ്ങളും, അതായത് ബുദ്ധിസവും പിന്നെ കൺഫ്യൂഷ്യസിന്റെ സമയം, ബൈബിളിന്റെ സമയം, ഇങ്ങനെയുള്ള എല്ലാം കൂടി 1000-നും BC. കേൾക്കാവോ? ഇപ്പം കേൾക്കാൻ അയച്ചാ പറഞ്ഞേട്ടാ. ഈ BC 500-നും 1500-നും ഇടയ്ക്കാണ് ഈ മതഗ്രന്ഥങ്ങളിലുള്ള ഒരു സ്റ്റോണേജ് കഴിഞ്ഞ ഒരു സമയത്തിലാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. അന്നേരം അത് ഈ ലോകത്തിന്റെ പല ഭാഗത്തും പല രീതിയിൽ അത് എഴുതി. നമ്മുടെ ബാബിലോണിൽ ഇതിനകത്ത് അവിടെ കാരാഗ്രഹത്തിൽ കഴിഞ്ഞപ്പോഴാണ് ഇത് എഴുതിയെന്നാണ് നമ്മൾ ചരിത്രം പറയുന്നത്. ഇതുപോലത്തെ ഈ ഋഷിമാരുടെ കാര്യങ്ങളൊക്കെ ഈ പീരീഡ് ആണെന്ന് എഴുതി. അപ്പൊ ആ പീരീഡിലെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എല്ലാം ഈ ഒരു എംപിരിക്കൽ മെത്തേഡ് അല്ല. സയൻസും ഈ ഇതുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ എംപിരിക്കൽ ഒബ്സർവേഷൻ ഡേറ്റ വെച്ചിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിന്റെ തെളിവുകളോടുകൂടി ഒരു കാര്യത്തിൽ അറൈവ് ചെയ്യല്ലായിരുന്നു പണ്ടത്തെ അപ്രോച്ച് എന്ന് പറയുന്നത്. ചിന്തിക്കുക. അരിസ്റ്റോട്ടിൽ പോലും അതാ ചെയ്തത്. എല്ലാ അരിസ്റ്റോട്ടിലും ഗ്രീക്ക് ഫിലോസഫിയും എല്ലാം പ്രധാനമായിട്ട് എംപിരിക്കൽ മെത്തേഡ്, സയൻസിന്റെ മെത്തേഡ് വന്നത് ആക്ച്വലി ഒരു 17-18 നൂറ്റാണ്ട് മുതലൊക്കെയാണ് എംപിരിക്കൽ മെത്തേഡിലേക്ക് വന്നത്. മറ്റേതെല്ലാം ഫിലോസഫി എന്ന് പറഞ്ഞത് തന്നെ പണ്ട് ഫിലോസഫിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാലമായിരുന്നു. ഇപ്പം വന്ന് ഫിലോസഫിയുടെ തീരെ അങ്ങ് പ്രസക്തി ഇല്ലാതെ വരുന്നു. അന്നത്തെ ഒബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ് അല്ലായിരുന്നു അന്നത്തെ മെത്തേഡ്. അതായത് ചിന്തിക്കുക. മുമ്പ് തോമസ് സാർ പറഞ്ഞ പോലെ ഈ ആലോചിച്ച് നമ്മളിങ്ങനെ ഒരുപാട് ഇരുന്ന ഒരു തോട്ട് എക്സ്പെരിമെന്റ്സ്, ലാബ് എക്സ്പീരിയൻസോ ഡാറ്റ എക്സ്പീരിയൻസോ അല്ല, തോട്ട് എക്സ്പെരിമെന്റ്സ്. അതിനകത്ത് തോട്ട് എക്സ്പെരിമെന്റ്സിൽ മനുഷ്യൻ എങ്ങനെയാണ് ഇതെല്ലാം പ്രപഞ്ചം കേൾക്കുന്നില്ല. കേൾക്കാവോ? ബ്രേക്ക് ആവുന്നുണ്ടോ? അവരുടെ വീഡിയോ എന്തോ ഒന്ന് ഹോൾഡ് ചെയ്യണേ. കേൾക്കാം, പക്ഷെ സാറിന്റെ പൈപ്പിന് കുഴപ്പമുണ്ടോ നോക്കിയോ? ഇവിടെ സംസാരിച്ചോണ്ടിരിക്കും. ഇപ്പൊ കേൾക്കാം? കുറച്ചുകൂടെ കേൾക്കാവോ? കേൾക്കാം. അതായത് അവിടെ വീഡിയോ അന്നേരം ഈ എംപിരിക്കൽ മെത്തേഡ് അല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ആലോചിച്ച് എത്തുക. അന്നേരം ഇങ്ങനെ പറഞ്ഞ പോലെ ഇപ്പം തോമസ് സാർ പറഞ്ഞു, ഇപ്പം ഈ ഒരു അതെങ്ങനെ അത് ആ വേദങ്ങളിൽ അത് പറഞ്ഞത് ശരിയായി എന്ന് അത്ഭുതപ്പെടുകയുണ്ടായി ഈശോപനിഷത്തില്. പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അനേകം മണ്ടത്തരങ്ങൾ പറഞ്ഞ് നമ്മളിപ്പോ അത് ഒന്നും നമ്മൾ പറയുന്നില്ല. അതായത് പാലാഴി കഴിഞ്ഞാണ് ലോകം ഉണ്ടാക്കിയതെന്നുള്ളത് അതേ ആ ചിന്തയോടുകൂടി പറഞ്ഞ് നമ്മളിപ്പോ എടുക്കുന്നില്ല. നമ്മളിപ്പോ എടുത്തതെന്ന് വെച്ചാല് 1000 അഭിപ്രായങ്ങൾ പറഞ്ഞു, അതിനകത്ത് ഒരെണ്ണം നമ്മൾ തിരഞ്ഞെടുത്ത് ഇപ്പൊ നമ്മളെ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി ശരിയാണെന്ന് ചിന്തിക്കുന്നു. അപ്പം അങ്ങനെ ഒരു അവിടെ ഇവിടെ ഏത് ഗ്രന്ഥങ്ങൾ എടുത്താലും അങ്ങനെ കുറെ സത്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഇപ്പം തിരഞ്ഞെടുക്കാൻ സാധിച്ചേക്കാം. പക്ഷെ അന്നത്തെ ചിന്ത വേറെ ഒന്നായിരുന്നു. അതേപോലെ ഇപ്പം തോമസ് സാറിന് ആദ്യത്തെ തുടങ്ങിയ അപ്രോച്ച് തന്നെ ഒരിക്കലും ഈ മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും സയൻസിന്റെ മെത്തേഡ്, നമ്മൾ സയൻസിനെ മതഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാൻ ശ്രമിക്കുന്നത് വളരെ വലിയ സാഹസമാണ്. അവിടെ ഇവിടെയും ചില കോയിൻസിഡൻസുകൾ കണ്ടേക്കാമെന്നല്ലാതെ അതിനെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസ പ്രമാണമാണ്. അത് ഇത്ര വർഷങ്ങളായിട്ട് നമ്മൾ ഏത് കാലത്തുണ്ട് എഴുതിയതായിരിക്കും. പണ്ടത്തെ മനുഷ്യര് ഈ ലോകത്തെ നോക്കി വിസ്മയിച്ച് എന്താണെന്ന് വിസ്മയത്തോടു കൂടി നോക്കി ഒന്നും അറിയാതിരുന്ന കാലത്ത് ഉള്ള ഒരു വിസ്മയത്തിന്റെ ഇതാണ് നമ്മുടെ എല്ലാം കാണുന്നത്. എല്ലാം വിസ്മയങ്ങളാണ്. ആ വിസ്മയത്തെ അതിന്റെ ഒരു ട്രഡീഷനായിട്ട് നമ്മൾ വിശ്വസിച്ചു വരുന്നു. ആ വിശ്വാസത്തെ അങ്ങനെ കൊണ്ടുപോകുന്നതിനകത്ത് മനുഷ്യന്റെ ദൈവം ആവശ്യമാണ്. അപ്പൊ ആ ഒരു വിശ്വാസത്തെ പല രാജ്യത്തുള്ളവർ പല രീതിയിലുള്ള വിശ്വാസങ്ങളാണ്. പല ചരിത്രം അങ്ങനെ ഇതിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ റോമൻ സാമ്രാജ്യം പിടിച്ചടക്കിയെടുത്തെല്ലാം ക്രിസ്ത്യാനിറ്റി കൂടുതലും, പിന്നെ ഈ ഓട്ടോമൻ എംപയർ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ രാജ്യത്തെ AD 700-ന് ശേഷമുള്ള പിടിച്ചടക്കിയ രാജ്യങ്ങളിലെല്ലാം ഇന്ന് ഇസ്ലാം നിലനിൽക്കുന്നു. അതേപോലെ ഈ മറ്റു രാജ്യങ്ങളിൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന് പിടിച്ചടക്കിയ ഭാഗങ്ങൾ കൂടുതൽ മുസ്ലിംസ്. അപ്പൊ അങ്ങനെ ഒരു ചരിത്രവും ഇതെല്ലാം കൂടെ കുഴഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ഇതിൽ നിന്നും നമ്മൾ എന്തെങ്കിലും ശാസ്ത്രം ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് അതിസാഹസമാണ് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഞാൻ കുറച്ച് ഈ സബ്ജക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ സ്വർഗത്തെ പറ്റി സ്വല്പം ഗവേഷണം നടത്തിയിട്ടുണ്ട്. അപ്പം ഈ ബൈബിളിലെ മൊത്തം സ്വർഗം എന്നുള്ള ഹെവൻ എന്ന് അടിക്കുക. നമ്മൾ ബൈബിളിനകത്ത് നമ്മളിപ്പോ ഈ ആധുനികമായിട്ടുള്ള രീതിയിൽ ഈ സെർച്ച് മെഷീൻ ഉപയോഗിച്ച്
സെർച്ചിനുള്ള സൗകര്യം ഉണ്ടല്ലോ, ബൈബിള് ഡിജിറ്റലായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ബൈബിളിലേക്ക് എടുത്തിട്ട് ഹെവൻ നമ്മൾ സെർച്ച് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ പ്രധാനമായിട്ട് ഞാൻ കണ്ടത് ഹെവൻ എന്നുള്ളതിന്റെ ബിബ്ലിക്കൽ മീനിങ് പഴയ നിയമത്തിൽ മുഴുവൻ അതിന്റെ സ്കൈ എന്നുള്ള മീനിങ്ങിലാണ്. സ്കൈ അത് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശം സ്കൈ ആണ്, ഹെവൻ എന്നുള്ളതല്ല. പക്ഷെ എഴുതിക്കുന്ന ഹെവൻ എന്നായിരിക്കും അവിടെ എഴുതിക്കുന്നത്. ഹി മെയ്ഡ് ഹെവൻ ആൻഡ് എർത്ത്. അപ്പൊ എവിടെല്ലാം ഹെവൻ എന്ന് പറയുന്നു അതെല്ലാം സ്കൈ. പിന്നെ പഴയ നിയമത്തിൽ എവിടെങ്കിലും ഒരു സ്വർഗമായിട്ട് തീരെ മെൻഷൻ ഇല്ല. ഈ സ്വർഗം എന്ന് പറയുന്നത് സ്കൈ എന്നുള്ള മീനിങ് അല്ലാതെ മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോകുന്നതായിട്ട് എവിടെയും പറയുന്നതായിട്ട് കാണുന്നില്ല. അതിനകത്ത് പിന്നെ യോബിന്റെ അവിടെ മറ്റോ സ്വർഗത്തിലിരിക്കുന്നതുമായിട്ട് കുറെ ഇതുണ്ടെന്നല്ലാതെ ഈ പഴയ നിയമത്തിൽ സ്വർഗം ഇല്ല. നമ്മുടെ യുദ്ധം ജയിക്കുന്നതിന് അല്ലെങ്കിൽ നമുക്കിവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വിജയിക്കുന്നതിന് യഹോവയുടെ അനുഗ്രഹത്താൽ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനാണെങ്കിലും നമുക്ക് ഒരു കനാൻ ദേശത്ത് കൊണ്ടുപോയി നമ്മുടെ ഒരു രാജ്യം സ്ഥാപിക്കുന്നതിനാണെങ്കിലും നമ്മൾ ശത്രുക്കളെ തോൽപ്പിച്ചേൽപ്പിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ, ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റില് നമുക്ക് ഈ ലോകത്തിലെ വിജയങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു ദൈവമായിരുന്നു യഹോവ എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയത്. വളരെ കുറച്ച് റെഫറൻസ് മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോകുന്നതായിട്ട് എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും പഴയ നിയമത്തിൽ പറയുന്നതായിട്ട് എനിക്ക് നോട്ട് ചെയ്തിട്ടില്ല. എനിക്ക് അത്ര തീരെ കുറച്ചറിവേ ഉള്ളൂ. അതിനാണ് പഴയ നിയമം. പിന്നെ വരുന്നത് പുതിയ നിയമമാണ്. പുതിയ നിയമം വരുമ്പോൾ പലയിടത്തും കാണുമ്പോൾ ഈ മരിച്ച് യേശു ക്രിസ്തു സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയും. നമ്മുടെ സ്വർഗത്തിലിരിക്കുന്ന ദൈവമൊന്നും ഞാൻ സ്വർഗത്തിൽ നിന്ന് വരുന്നതും തിരിച്ചു സ്വർഗത്തിലേക്ക് പോയി എന്നുള്ള ഒരു റെഫറൻസ് അല്ലാതെ പിന്നെ പിന്നുള്ള പല സ്ഥലങ്ങളിലും റെഫറൻസ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ വരവിൽ ശവകുടീരങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിന്നെ വീണ്ടും ഒരു ജീവിതം. അത് എവിടെയാണെന്ന് ക്ലിയർ അല്ല താനും. അവൻ നമ്മുടെ കൂടെ വസിക്കുകയും ഇവിടെ സ്വർഗരാജ്യം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള തോന്നുന്ന ഒരു കൺസെപ്റ്റ്. പിന്നെ അടുത്തായിട്ട് ഞാൻ കൂടുതലും വിശ്വസിക്കാൻ ശ്രമിക്കുന്നതല്ല, അങ്ങനെ വിശ്വസിക്കുന്ന എന്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു പ്രധാന വാചകത്തിലാണ്. അതായത് സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. മറ്റേതെന്ന് പറയുന്നത് അതിനുവേണ്ടി ഒരിക്കലും നമുക്ക് അതിന് ആരും പോയിട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയും, എന്തെങ്കിലും കണ്ടിട്ടില്ല, സയൻസ് കൂടെ യാതൊരു എവിഡൻസും ഇല്ല. നമ്മൾ കുറെ ഇതൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതല്ലാതെ നമ്മളൊരു സയൻസിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് എവിഡൻസ് ആൻഡ് ഇൻഫറൻസ് മെത്തേഡ് ഒരിക്കലും അതവിടെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ മന്യഗ്രഹങ്ങൾ ഉള്ള മനുഷ്യർ വല്ല ജീവികളും ഉണ്ടോ അതൊന്നും അറിയത്തില്ല. അപ്പം ഈ നമ്മുടെ ഇടയിലാണ് സ്വർഗരാജ്യം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വളരെ വർദ്ധിക്കുകയാണ്. നമ്മുടെ അയൽക്കാരനെ നമ്മളെ പോലെ സ്നേഹിക്കാനും അവനെ കോവിഡ് സമയത്തോ അല്ലെ വെള്ളപ്പൊക്കം ഉള്ളപ്പോഴെല്ലാം നമ്മളെ പോലെ അവന് നമ്മുടെ വീട്ടിലെ സ്വർഗം അവനെ എക്സ്റ്റെൻഡ് ചെയ്ത് അവനോട് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു സ്വർഗമാണ് യേശു ക്രിസ്തു ഉദ്ദേശിച്ചതെന്നാണ്. തെറ്റായാലും ശരിയാണെങ്കിലും ഞാൻ മറ്റൊരു നിഷേധിക്കുന്നില്ല, ഉണ്ടായിരിക്കാം. പക്ഷെ എന്റെ ഒരു ഇങ്ങനെ കോശിതാനസർ പറഞ്ഞ പോലെ ഈ മനസ്സിലും ഈ നമ്മുടെ ഇടയിലേക്ക് ഇത് ഇങ്ങനെയും കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് ശരിയാക്കിയിട്ട് പിന്നെ അടുത്ത നമുക്ക് ഉണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ട് നമുക്ക് പോകാൻ ഒക്കുന്നെങ്കിൽ പോവാം എന്നാണ് എന്റെ അഭിപ്രായത്തേക്ക്. രാജാൻ പറഞ്ഞത് മൊത്തം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞോളട്ടെ. അതായത് ഈ നമ്മുടെ ഇപ്പം നമ്മുടെ മുൻകാലഘട്ടങ്ങളിൽ എഴുതിയിരിക്കുന്ന ബുക്കുകളിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. വേദോസത്തിൽ തന്നെ പഴയ നിയമത്തിലുള്ള എത്രയോ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ മേലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയം ചർച്ചയ്ക്ക് പോകാതെ തന്നെ ഞാൻ ഒരു കാര്യം അവിടെ നമുക്കൊന്ന് ചിന്തയ്ക്കിടാനുള്ള ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാല്, ഇപ്പം പറയുന്ന ശാസ്ത്രത്തിന്റെ ഒരു മെത്തഡോളജി ആണ് രാജാൻ കൂടുതൽ ഊന്നി പറഞ്ഞത്. ദ മെത്തഡോളജി, സയന്റിഫിക് മെത്തഡോളജി ദാറ്റ് ഈസ് ബീങ് യൂസ്ഡ് നൗ എ ഡേയ്സ്, അനലിറ്റിക്കൽ ടൂൾസ് വെച്ചുകൊണ്ട് ഡേറ്റ എടുത്ത് അതിൽ നിന്നുള്ള നിഗമനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമ്മളിവിടെ ഒരു ശ്രദ്ധിക്കേണ്ട എന്നാന്ന് ചോദിച്ചാല്, ഞാനതിപ്പോ ഈ മനുഷ്യന്റെ ബ്രെയിൻ്റെ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള എന്നാൽ ഓർഡേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം പ്രപഞ്ചത്തിൽ ഒന്നും ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ പ്രപഞ്ചത്തിലെ ഓരോ സിസ്റ്റം എടുത്ത് പരിശോധിച്ചാലും ദ മോസ്റ്റ് കോംപ്ലക്സ് ആൻഡ് ഓർഡേർഡ് സിസ്റ്റം ഇൻ ദ യൂണിവേഴ്സ് ദാറ്റ് വി ഹാവ് ഒബ്സർവ്ഡ് ഈസ് ദ ഹ്യൂമൻ ബ്രെയിൻ. അപ്പൊ ഹ്യൂമൻ ബ്രെയിനിന്റെ ഒരു കപ്പാസിറ്റീസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു കേപ്പബിലിറ്റി മാത്രമാണ് സയന്റിഫിക് മെത്തഡോളജി എന്ന് പറയുന്നത്.
എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ. അതായത് ദാറ്റ് ഈസ് ബേസ്ഡ് എൻറ്റയർലി അപ്പോൺ ദ യൂട്ടിലിറ്റി ഓഫ് അവർ 5 സെൻസ് ഓർഗൻസ്. നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വെച്ചുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും എന്നാൽ അതിനപ്പുറത്തോട്ട് പോകാനും നമ്മുടെ ബ്രെയിൻ നമ്മളെ കേപ്പബിൾ ആക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മെത്തഡോളജി, ആ സയൻസിന്റെ മെത്തഡോളജി എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റാണെന്ന് പറയുന്നില്ല. അതിൽ കൂടെ നമ്മൾ പതുക്കെ സത്യം ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, ഓരോന്നോരോന്നായിട്ട്. എല്ലാ സത്യങ്ങളും ഒന്നും എത്തിയിട്ടില്ല. കുറച്ച് സത്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇപ്പൊ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഇതിൽ കൂടെ ഒക്കെ സംസാരിക്കാൻ സാധിക്കുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് വി അണ്ടർസ്റ്റുഡ് ക്വാണ്ടം മെക്കാനിക്സ്. മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇതുവരെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഈ കോവിഡ് കാലഘട്ടമൊക്കെ രക്ഷപ്പെടുന്നത്. എന്നാൽ ഈ മനുഷ്യന്റെ ബ്രെയിന് അതിനപ്പുറത്തുള്ള കേപ്പബിലിറ്റിയുടെ കാണാം എന്ന് ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതെനിക്ക് തെളിവ് പറയാൻ സാധിക്കത്തില്ല. അതായത് നമ്മള് പുറത്തോട്ട് നോക്കുന്നതാണ് നമ്മുടെ ഈ വെസ്റ്റേൺ സയൻസ് ഓർ ദിസ് സയൻസ്, അരിസ്റ്റോട്ടിലിയൻ സയൻസ് എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് നോക്കുക എന്നൊരു പ്രോസസ്സും ഉണ്ട്. മനുഷ്യന്റെ ബ്രെയിനിന് കേപ്പബിലിറ്റി ഉണ്ട്. കണ്ണു അടച്ചിരുന്നു കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പൂട്ടുന്ന സമയത്ത് ഈ ബ്രെയിൻ ഏതോ ഒരു ആക്ടിവേറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറും എന്നുള്ളതിന് എനിക്ക് ഒരു സംശയം ഇല്ല. ഒരു പക്ഷെങ്കിൽ ബോധോദയം കിട്ടുന്നതും ഒരവസ്ഥയിൽ എത്തുന്നുണ്ട്. ആ അവസ്ഥയിൽ കൂടി സത്യം പലർക്കും കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല മുൻകാലഘട്ടങ്ങളിൽ. ഇപ്പം എന്താ ഗോമൂത്രം കഴിക്കുക എന്ന് പറയുന്ന സയൻസ് അല്ല, ആ ഒരു പുരാണമല്ല ഞാനീ പറയുന്നത്. അതല്ല ഞാനീ പറയുന്നത്. അല്ലാതെ ലോകത്തിലെ ആർക്കൊക്കെയോ എവിടെയൊക്കെയോ ഇങ്ങനെ ഈ സത്യത്തിന്റെ അംശങ്ങൾ ദർശിച്ചിട്ടുണ്ട്. അതാണ് സത്യദർശികൾ നമ്മൾ പറയുന്നത്. ജീസസ് ക്രൈസ്റ്റിൽ അതിൽ ഒരാൾ തന്നെ, സംശയമൊന്നുമില്ല. വേറെ അതിലും പല നിലവാരം നമ്മുടെ പ്രവാചകന്മാരെന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാര്, ചില ഋഷിമാര്, അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്ന സയന്റിഫിക് മെത്തഡോളജി അല്ല എന്നുള്ളത് യാതൊരു സംശയം. ഇറ്റ് ഈസ് അനദർ മെത്തഡോളജി. പക്ഷെ രണ്ടിന്റെ എയിം ടു അണ്ടർസ്റ്റാൻഡിങ് ദ റിയാലിറ്റി ബിഹൈൻഡ് ദ പ്രോസസ് ഓഫ് നേച്ചർ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മാർഗം നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് നമ്മുടെ സയൻസ് അല്ല, നമ്മുടെ സയൻസിൽ കൂടെയും ആണ്, നമ്മുടെ സയൻസിൽ കൂടെ അറിഞ്ഞ ഈ നിയമങ്ങൾ അവർ കണ്ടതിൽ കൂടെ ഒന്ന് കോറിലേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചത്. അതുകൊണ്ട് ഈ റാഷണൽ സയന്റിഫിക് മെത്തഡോളജി മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലാത്ത മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡൊക്കെ നമ്മുടെ ഈ ഒരു മെഡിറ്റേഷൻ, പ്രയർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് എത്രയോ പേർക്ക്, നമ്മുടെ ഈവൻ ശാസ്ത്രത്തിൽ തന്നെ എത്ര പേർക്ക് ദർശനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞ സമയം പോകുന്നുണ്ടായിരിക്കും ഒരു പക്ഷെങ്കിൽ ഞാൻ പറയാം. അതാണ് പെട്ടെന്ന് ഓർത്തതാ. ഈ ബെൻസീൻ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്, ബെൻസീൻ. ആ ഓർഗാനിക് കോമ്പൗണ്ട് സ്ട്രക്ചർ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ഈ ഓർഗാനിക് കെമിസ്ട്രി അല്ലെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഒക്കെ ഇത്രയും വളർന്നത്. അതിന്റെ സ്ട്രക്ചർ അതിന്റെ ഒരു സ്ട്രക്ചർ സത്യം പറഞ്ഞാൽ അതിനെ നമ്മുടെ കെക്കുലെ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന് സ്വപ്നത്തിൽ കൂടി അദ്ദേഹത്തിന് ലഭിച്ചതായിട്ടാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ മേലാത്ത തലങ്ങൾ കൂടി നമുക്ക് അറിവൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സയന്റിഫിക് മെത്തഡോളജി ഈസ് നോട്ട് ദ ഓൺലി മെത്തേഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ട്രൂത്ത്, നോ ഡൗട്ട്. ഐ ഡു തിങ്ക് സോ. സാർ പറഞ്ഞ ബ്രെയിനിന് പല തലങ്ങൾ കാണും സാറേ. നമുക്ക് അതിന്റെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ വളരെ അതെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അത് ഓർഡേഡ് സ്റ്റേറ്റിലാക്കുന്നില്ല നമ്മൾ. അത് തന്നെ പല രീതിയിൽ ഈ ശാസ്ത്രം തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. ഹിപ്നോട്ടിസം ആയാലും ശരി, അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റേജിൽ ഇരുന്ന് ബ്രെയിനെ സ്റ്റഡി ചെയ്യുന്ന ഒത്തിരി തിയറീസ് ഉണ്ടല്ലോ. അതെ ഈ ഫ്രോയിഡ് പോലുള്ള ആൾക്കാർ കഴിഞ്ഞിട്ട് അതിലേക്ക് വലിയ സ്റ്റഡീസ് പോയിട്ടില്ല എന്നുള്ളത് വലിയൊരു അപാകതയാണ്. ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയാം. നമ്മുടെ അതിന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല. നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കാര്യം പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ബ്രെയിൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പലർക്കും അറിയാമല്ലോ. അതിനായിട്ട് ബന്ധപ്പെട്ട ആരാണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ബ്രെയിനിന്റെ 15% യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള പറയുന്നത്. 85% വാസ് അൺയൂസ്ഡ്, യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മളൊക്കെ 1% പോലും യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാധാരണഗതിയിൽ നമ്മുടെ സാധാരണ നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾക്കും നമ്മുടെ പഠനങ്ങൾക്കും വേണ്ടിയൊന്നും. അപ്പോൾ ഈ ആ ഒരു കേപ്പബിലിറ്റി കൂട്ടാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ കാണുന്ന തലങ്ങൾക്കപ്പുറത്ത് ദർശനങ്ങൾ കാണാൻ സാധിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കണ്ടേക്കും. താങ്ക് യു. വേറെ ആരെങ്കിലും ജോയിൻ ചെയ്യുന്നു? ഒന്ന് ചോദിച്ചോട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ. തോമസ് മാത്യു സാറെ, പൊതുവിൽ പറയുമ്പോ ഈ ഋഷിമാരും അങ്ങനെയുള്ള ഈ സ്വപ്നത്തിൽ കാണുന്നവയെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചവരുടെ പല ഹൈപ്പോത്തസിസുകളെ
ശാസ്ത്രീയതയുടെ മെത്തഡോളജിയിൽ നമ്മൾ ഫോളോ ചെയ്തപ്പോഴായിരിക്കും നമുക്ക് എനിക്കൊന്ന് 80s-ലോ 90s-ലോ നമ്മൾ എന്താണ് ഫസി ലോജിക്കും ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങും ഒക്കെ നമ്മൾ പഠിച്ച് ഒരു 10-20 വർഷം കൊണ്ട് നമ്മൾ എഐയിലെത്തി. എഐയുടെ ഒരു പീക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ വരികയും അന്ന് നമ്മളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള വേറൊരു സിസ്റ്റം സൃഷ്ടിച്ച ആളുകളായിട്ട് നമ്മൾ നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഒരു അടുത്ത പോസിബിലിറ്റി ഒരു പക്ഷേ സാർ ഈ പറയുന്നത് പോലെ ഈ ഓർഡറിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു പോസിബിലിറ്റി ആയിരിക്കും. അങ്ങനെ ഈ പോസിറ്റീവ് ചിന്ത നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന എപ്പോഴും നല്ല. അത് നമ്മൾ ഇതെല്ലാം നശിച്ചു പോകുന്നൊന്നും പറഞ്ഞ വലിയ അർത്ഥമൊന്നുമില്ല. കുറച്ചൊക്കെ എന്നാ ചോദിച്ചാൽ ഇപ്പം രഞ്ജിത്ത് പറഞ്ഞ പോലെ ഓർഡേഡ് സ്റ്റേറ്റിലേക്ക് മനുഷ്യൻ കുറച്ചു പേരെങ്കിലും, എല്ലാവരും പോകണമെന്നില്ല കേട്ടോ, കുറെ പേരുടെയെങ്കിലും ചിന്തകളും ബ്രെയിൻ കേപ്പബിലിറ്റിയും ഇപ്പം പണ്ട് രാജാനൊക്കെ ഇന്നലെ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരുപക്ഷെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഇനിയിപ്പം എന്താ ഈ ചിപ്പുമായിട്ടൊക്കെ ഘടിപ്പിക്കുന്ന കാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ബ്രെയിനിൽ വീണ്ടും ഒരു അഡീഷണൽ ചിപ്പൊക്കെ പിടിപ്പിക്കുന്ന ആ ഒരു കാലഘട്ടമൊക്കെ വരുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ചിന്ത എന്നൊന്നും പറയാൻ സാധിക്കത്തില്ല. എനിവേ ഇറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ്, നോ ഡൗട്ട്സ്. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്കാണ് മനുഷ്യന്റെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മനുഷ്യൻ ഈസ് എ സ്പെഷ്യൽ ക്രിയേഷൻ, നോ ഡൗട്ട്സ്. ഒരു പ്രത്യേക ക്രിയേഷനാണ്. എബ്രായർക്കുള്ള ലേഖനത്തിൽ എടുത്ത് പറയുന്നുണ്ട് എന്താന്ന് ദൂതന്മാരോട് അടുത്ത് അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു, അറിയാവുന്നവർ പറയുക, അടുത്തുള്ള ലെവലിലാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അല്ലേ? അപ്പൊ ആ ഒരു ലെവലിലോട്ടൊക്കെ പോകാനായിട്ടൊക്കെ സാധിക്കും എനിക്ക് തോന്നുന്നത്. രഞ്ജിത്തെ, എനിക്കെല്ലാം കേൾക്കത്തില്ല രഞ്ജിത്ത് പറഞ്ഞ, അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. രഞ്ജിത്ത് ഉദ്ദേശിച്ചതല്ലായിരുന്നോ? അതെ സാറേ, അതെ അതെ. അതാ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് കേൾക്കാൻ. ആരെങ്കിലും ജോയിൻ ചെയ്യുന്നു? ജേക്കബ് സാർ ഇച്ചിരി ലേറ്റ് ആയിട്ടാ വന്നത്, എന്നാലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെ ആഡ് ചെയ്യാം. ഞാൻ ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തു, അതുകൊണ്ട് ചർച്ച കേൾക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വെളിയിൽ പോയിട്ട് ഇപ്പോഴും ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തേലും അഭിപ്രായം പറയുന്നത് അനുചിതമായി, അഭിപ്രായമല്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്ന സന്ദർഭത്തിലല്ല. പിന്നെ സാറ് പറഞ്ഞ പോലെ ഈ മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായിട്ട് ചിന്തിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് രാമാനുജത്തിന്റെ കാര്യത്തിലും അതാണ്. രാമാനുജൻ പറയുന്നത് അദ്ദേഹത്തിന്റെ തിയറി ഇന്നും മാത്തമാറ്റീഷ്യൻസിന് പലതും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തിയറികളാണ്. അപ്പൊ അത് അദ്ദേഹം പറയുന്നത് നമയ്ക്കൽ ദേവി ആണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ പലർക്കും പല രീതിയിൽ അതിന്റെ വിസ്ഡം കിട്ടുന്നുണ്ടായിരിക്കും. അത് ശരിയാണ്, കിട്ടുന്നുണ്ട്, അതാണ് സത്യം. ഞാൻ മുമ്പ് സംസാരിച്ചൊന്നും ഞാൻ കേൾക്കാഞ്ഞത് കൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം ജേക്കബ് സാർ പറഞ്ഞ പോലെ മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ആസ്പെക്ട് മാത്രമേ ആവുന്നുള്ളൂ. ഇന്റലിജൻസ് അതാണ് നമ്മൾ സയൻസിലും നമ്മുടെ ഈ കോസ് ആൻഡ് എഫക്ട് സ്റ്റഡീസിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്, നമ്മുടെ അനലിറ്റിക്കൽ സ്റ്റഡീസിൽ. അതിനപ്പുറത്ത് ഒത്തിരി തലങ്ങളൊക്കെ ഉണ്ട്. ഈ ദേവി അദ്ദേഹം പറഞ്ഞത് നമക്കൽ ദേവി എന്ന് പറഞ്ഞ അതുപോലെ എവിടെയൊക്കെയോ ചില തലങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ അറിവ് വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാം കിട്ടണമെന്നില്ല, കിട്ടുന്നവരുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ കാളിദാസനൊക്കെ ഒരു ദിവസം പെട്ടെന്ന് അറിവ് കിട്ടിയെന്ന് പറയുന്നില്ലേ, ദേവി കടാക്ഷം ഉണ്ടായെന്നൊക്കെ. അന്നത്തെ ഭാഷയിൽ അവര് വിശ്വസിച്ചിരുന്ന ദേവി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ദൈവവും യേശു ക്രിസ്തു എല്ലാം ഒന്നാണെന്ന് നമ്മളങ്ങ് പറയാന്നുള്ളതേ ഉള്ളൂ. ഓരോ കാലഘട്ടത്തിനും ആ സംസ്കാരത്തിന് അനുസരിച്ച ഓരോ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. യഹോവ എന്നൊരു വാക്കോ അല്ല അള്ളാഹ് എന്നൊരു വാക്കോ എല്ലാം നമ്മൾ വരുന്ന അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളേ ഉള്ളൂ. എല്ലാം ഒരേ ഒരു ട്രൂത്ത് ഒന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഓരോ സ്ഥലത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾക്കും പേരുകൾക്കൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുള്ളൂ. എനിവേ ഇതൊക്കെ വളരെ ഒത്തിരി ഇനിയും കാലം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഇറ്റ് വിൽ ബി റിവീൽഡ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പങ്കെടുത്ത എല്ലാവരും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിരുന്നു. നമുക്ക് പെട്ടെന്ന് യെസ് എന്നോ നോ എന്നോ വോട്ടിനിട്ട് തീരുമാനിക്കാവുന്ന കാര്യങ്ങളൊന്നുമല്ല. എന്നാലും നമ്മളുടെ ചിന്തകളെ തൊട്ടുണർത്തുന്ന രീതിയിലുള്ള ഒരു വിഷയവും അവതരണവുമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ തോമസ് മാത്യു സാറ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ നോക്കിയത് ജേക്കബ് സാർ എന്ത് ചെയ്യാന്നാ നോക്കിയത്. കാരണം മാത്തമാറ്റിക്സ് ഇല്ലാതെ
മറ്റ് സയൻസ് ഇല്ല. കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന നമ്മുടെ കൂട്ടത്തില് പെട്ടെന്ന് സാറിന്റെ പേരാണ് ഓർമ്മ വന്നത്. സാറിനെ ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നോക്കി ജേക്കബ് സാർ ഉണ്ടോ എന്നുള്ളത്. അതിന് ലേറ്റ് ആയിട്ടാണെങ്കിലും സാറും പങ്കെടുത്തു. മൊത്തത്തിൽ നമ്മളുടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ റിപ്പിൾസ് നമ്മളുടെ ചിന്തകളിൽ നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തോമസ് മാത്യു സാറ് പറഞ്ഞ മാത്യു പി തോമസ് സാർ എൻ്റെ അധ്യാപകനാണ്. ഞാൻ ഇന്നും വളരെ ഭയത്തോടു കൂടി മാത്രം ഓർക്കുന്ന ഒരു സാറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുള്ളവർക്ക് സാറിനെ മറക്കാൻ കഴിയുകയില്ല. ഒരിക്കൽ സാറിനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണത്തിന് വെച്ച് ഞാൻ കണ്ടു. കോളേജിൽ നിന്ന് വിട്ട പിന്നെ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. തോമസ് മാത്യു സാർ പറഞ്ഞ ഒരു കാര്യം, അതായത് നമുക്ക് നമ്മുടെ മുറി വേണമെങ്കിൽ ഓർഡർലി ആക്കാം. പക്ഷേ അങ്ങനെ ആക്കുന്നത് കൊണ്ട് നമ്മളുടെ വീടിന് പുറത്തുള്ള, നമ്മുടെ പെരിഫറിക്ക് പുറത്തുള്ള കാര്യങ്ങൾ വീണ്ടും ഡിസോർഡറിലേക്ക് പോകുന്നു എന്നുള്ളതും അല്ലാതെ ഒരു മൊത്തത്തിലുള്ള ഒരു ഓർഡർ അവിടെ വരുന്നില്ല എന്ന് പറഞ്ഞത് വളരെ ചിന്തനീയമായിട്ടുള്ള ഒരു തോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ നമ്മളുടെ എല്ലാവരുടെയും ചിന്തകളും പ്രവൃത്തികളും, എല്ലാ സമൂഹത്തിലെ എല്ലാ ഉച്ചനീചത്വങ്ങളും, എല്ലാ കഷ്ടപ്പാടുകളും, എല്ലാ ഒപ്രഷൻസും അങ്ങനെയുള്ളതെല്ലാം മാറുമ്പോൾ മാത്രമേ ഒരു ഓർഡർലി സൊസൈറ്റി ഇവിടെ വരികയുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് നമ്മളുടെ മതവും പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള മൊത്തത്തിൽ സാമൂഹികമായിട്ടുള്ള വലിയൊരു പരിവർത്തനത്തിന്റെ ഒരു സന്ദേശമാണ് നമ്മളുടെ മതങ്ങൾ തരുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിൽ അത് തന്നെയാണ് പഠിപ്പിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ മാർത്തോമാക്കാര് മാത്രം നന്നാക്കിയത് കൊണ്ടോ ഓർത്തഡോക്സുകാർ മാത്രം നന്നായത് കൊണ്ടോ നമ്മൾ പറയുന്ന ഈ സ്വർഗം ഇവിടെ വരും എന്നുള്ളതല്ല. എല്ലാ സമൂഹം ആസ് എ ഹോൾ ഉച്ചനീചത്വങ്ങളില്ലാത്ത, എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാത്ത ഒരു സൊസൈറ്റി വരുമ്പോഴാണ് സ്വർഗം യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ള ഒരു ധാരണയാണ് എനിക്ക് ഇതിൽ നിന്നും കിട്ടിയത്. എല്ലാവരും പുതിയ ചിന്തകളും പുതിയ അറിവുകളും സമ്മാനിച്ച സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അനൗൺസ്മെന്റ്സ് ആൻഡ് വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ഡോക്ടർ രഞ്ജിത്ത് ജോസഫിനെ ക്ഷണിക്കുന്നു. Club President, Vice Advocate Kurula Varghese.